നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിന്റെ സന്ദർഭത്തിൽ, നിങ്ങളുടെ ഹയാത്തിന്റെ സന്ദർഭത്തിൽ, നിങ്ങളുടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, പല മേഖലകളിലേക്കും കടന്നു പോകുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഹൃദയം കടുത്തുപോയേക്കാം. പൈശാചികമായ പ്രേരണയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നിങ്ങൾ നയിച്ചേക്കാം. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശമാണ്. നിങ്ങൾ പൈശാചികമായ പ്രേരണയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിച്ചേക്കാം. അമ്മാറത്തുൻ ബിസൂ ആകുന്ന നഫ്സിന് വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിച്ചേക്കാം. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ മയപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടി, പിശാചിനെ തള്ളിക്കളയുന്നതിന് വേണ്ടി, ദുനിയാവിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്താഗതി ഉണ്ടാകുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ കുറിച്ചുള്ള ചിന്താഗതി ഉണ്ടാകുന്നതിന് വേണ്ടി സമുദായമേ മരണമാകുന്ന മഹാപ്രതിഭാസത്തെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കണം. അടിച്ചു പൊളിച്ചുള്ള ജീവിതം നയിക്കുന്ന സന്ദർഭത്തിൽ ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരാ, ഈ സദസ്സിലേക്ക് കടന്നു വരാതെ, പരിശുദ്ധമായ ഖുർആനിന്റെ സദസ്സിലേക്ക് കടന്നു വരാതെ, വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വഫാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സദസ്സിലേക്ക് കടന്നു വരാതെ, മറ്റുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹോദരന്മാരെ, പാപങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഹൃദയം കറുത്തു കറ പിടിക്കുമ്പോൾ, ഒരു പാറക്കല്ല് പോലെയാകുമ്പോൾ, ഇരുമ്പിന്റെ കഷ്ണം പോലെയാകുമ്പോൾ, ഉറച്ചുപോയ കടുപ്പമേറിയ ആ ഹൃദയത്തെ മയപ്പെടുത്തുന്നതിന് വേണ്ടി, ഹൃദയം സംശുദ്ധമാകുന്നതിന് വേണ്ടി, സമുദായമേ, ചെറുപ്പക്കാരാ, സഹോദരി, മരണമാകുന്ന മഹാപ്രതിഭാസത്തെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കുക. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതല്ലേ, ഹബീബായ തങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ പാരായണം ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമഹ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാതുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ പാരായണം ചെയ്തുകൊണ്ട് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തവരുടെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉറച്ചുപോയ ഹൃദയത്തെ മയപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടി, സന്തോഷം അധികരിക്കുമ്പോൾ, ആഘോഷങ്ങൾ അധികരിക്കുമ്പോൾ, ആഹ്ലാദം അധികരിക്കുമ്പോൾ, ഈ ഹൃദയാന്തരാളങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്താഗതികൾ മുഴുവനും വേറുപെട്ടു പോവുകയാണ്. പൈശാചികമായ പ്രേരണകൾ മുഴുവനും ഹൃദയത്തിലേക്ക് അടിഞ്ഞുകൂടുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയാണ്. അതോടുകൂടി തന്റെ ഹൃദയത്തെ ഉറച്ചു പോവുകയാണ്. തന്റെ ഹൃദയം ഉറച്ചു പോവുകയാണ്. ഈ ഉറച്ചുപോയ ഹൃദയത്തെ മയപ്പെടുത്തുന്നതിന് വേണ്ടി മരണമാകുന്ന മഹാപ്രതിഭാസത്തെ കുറിച്ച് ഓർക്കുക. ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്
എല്ലാ ശരീരവും എന്താണ് സഹോദരാ ശരീരം എന്നാൽ? ശരീരം എന്ന് ഖുർആൻ പറഞ്ഞത് ഓരോ മനുഷ്യരെ സംബന്ധിച്ചുമാണ്. എല്ലാ മനുഷ്യരും അത് ഏത് വിഭാഗമാണ് എങ്കിലും എല്ലാ വിഭാഗക്കാരും മരണമാകുന്ന മഹാപ്രതിഭാസത്തെ രുചിക്കേണ്ടി വരും. തീർച്ചയാണ് സർവരസങ്ങളെയും സർവ ഉഷാറുകളെയും സർവ ആഹ്ലാദങ്ങളെയും സർവ എല്ലാ പ്രവർത്തനങ്ങളെയും മുറിച്ചു കളയുന്ന മരണമാകുന്ന മഹാപ്രതിഭാസം ഒരു സന്ദർഭത്തിൽ നിങ്ങളെ പിടികൂടുന്നതാണ്. എത്രയെത്രയോ മരണത്തെ കുറിച്ചാണ് ഞാനും നിങ്ങളും കേൾക്കുന്നത്. എത്രയെത്രയോ മരണ വാർത്തകളാണ് ഞാനും നിങ്ങളും കേൾക്കുന്നത്. എത്രയെത്രയോ മരണങ്ങളാണ് ഞാനും നിങ്ങളും കാണുന്നത്. എത്രയെത്രയോ മരണത്തിന്റെ വീട്ടിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുന്നു. ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ടോ സഹോദരാ? ഒരു സന്ദർഭത്തിൽ ഇതേ അവസ്ഥയിൽ ഞാനും കിടക്കേണ്ടി വരും. എന്നെയും കുളിപ്പിക്കപ്പെടും, എനിക്കും വസ്ത്രം ധരിപ്പിക്കപ്പെടും, എന്നെയും കൊണ്ടുപോകപ്പെടും. എനിക്കും ഒരു ഭവനമുണ്ട്, ഖബറാകുന്ന മഹാഭവനം എനിക്കുമുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ സഹോദരാ? ഖുർആൻ പറയുകയാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി പഠിച്ചുകൊള്ളുക. ഹൃദയാന്തരാളങ്ങള് ഈ ആയത്തിനെ പഠിപ്പിച്ചുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക. ഹബീബായ തങ്ങളുടെ ഉപദേശമാണ്, ഹബീബായ തങ്ങളുടെ ഉപദേശമാണ്. എല്ലാ മനുഷ്യരും മരണമാകുന്ന മഹാപ്രതിഭാസത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. ഖുർആനിന്റെ ആയത്തിൽ പറയുമ്പോൾ ഫമൻ സുഹ്സിഹ അനിൻ നാർ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന തീർച്ചയായും നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകുന്നതാണ്, നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകപ്പെടുന്നതാണ്. നിങ്ങൾക്കുള്ള പ്രതിഫലങ്ങളെ ദുനിയാവിൽ വെച്ച് ചെയ്തു കൂട്ടുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുടെയും പ്രതിഫലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകുന്നതാണ്. നന്മയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുന്നതാണ്. തിന്മയാണ് എങ്കിൽ അല്ലാഹു തആല ഭീകരമായ നരകം നൽകുന്നതാണ്. അതുകൊണ്ട് സമുദായമേ നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഏതൊരു മനുഷ്യൻ നരകത്തിൽ നിന്നും മോചനം കിട്ടുന്നുവോ, നരകത്തിൽ നിന്നും മോചനം കിട്ടുന്നുവോ. കഴിഞ്ഞ ദിവസം നരകത്തിന്റെ ഭീകരമായ ശിക്ഷകളെ കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നാം പഠിച്ചുവെങ്കിൽ ആ ഭീകരമായ നരകമുണ്ടല്ലോ, തീജ്വാലകൾ സ്വീകരിച്ചുകൊണ്ട് നരകത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രംഗമുണ്ടല്ലോ, നരകത്തിന്റെ സെല്ലിലേക്ക് പ്രവേശിപ്പിക്കുന്ന രംഗമുണ്ടല്ലോ. ആ രംഗത്തിൽ നിന്നും ഏതൊരു മനുഷ്യന് സംരക്ഷണം നൽകുന്നുവോ, ഏതൊരു മനുഷ്യന് വിജയം നൽകുന്നുവോ, ഏതൊരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നുവോ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നുവോ, തീർച്ചയായും അവൻ വിജയിച്ചവനായി. അവൻ തന്നെയാണ് ഉത്തമൻ, അവൻ തന്നെയാണ് വിജയി, അവൻ തന്നെയാണ് സ്വർഗത്തിന്റെ അവകാശി. വിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തവരുടെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സഹോദരാ ഗുണപാഠമുണ്ടാക്കിയെടുക്കുക. ഈ ഉപദേശത്തിലൂടെ ഗുണപാഠമുണ്ടാക്കിയെടുക്കുക. കേവലം ഒരു ചടങ്ങാക്കി മാറ്റല്ലേ. 5 ദിവസത്തെ പ്രഭാഷണമാണ് ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത് എങ്കിൽ ചടങ്ങിന് വേണ്ടി മാത്രം സദസ്സിലേക്ക് കടന്നു വരല്ലേ സഹോദരാ. ചടങ്ങിന് വേണ്ടി മാത്രം സദസ്സിലേക്ക് കടന്നു വരല്ലേ സഹോദരി. പിന്നെ എന്താണ് ചെയ്യേണ്ടിയുള്ളത്? കേൾക്കുന്ന കാര്യങ്ങൾ പഠിക്കുക, പ്രാവർത്തികമാക്കുക, ഭയഭക്തിയോടുകൂടി
സ്നേഹത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വിജയികളിൽ പെടുവാൻ സാധിക്കുകയുള്ളൂ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുവാൻ സാധിക്കുകയുള്ളൂ. കടുത്തുപോയ ഹൃദയത്തെ മയപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടി പര്യാപ്തമായ അവസ്ഥയിലുള്ള ഒരു ചിന്താഗതിയാണ് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അത് മരണമാകുന്ന മഹാപ്രതിഭാസത്തെ കുറിച്ച് ചിന്തിക്കലാണ്. ഞാനും നിങ്ങളും എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട് സഹോദര? വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, മരണമാകുന്ന മഹാപ്രതിഭാസത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ഓർക്കുക. സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ ഒരു നിമിഷമെന്ന് ഓർക്കുക, ആനന്ദത്തിന്റെ സന്ദർഭത്തിൽ, ദുഃഖത്തിന്റെ സന്ദർഭത്തിൽ മരണത്തെ കുറിച്ച് ഓർക്കുക. വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വേർപാടിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്, ആ വിരാമത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അത്ഭുതമേ അത്ഭുതം, മഹാ അത്ഭുതം തന്നെയാണ്. 63 വർഷമാണ് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നത്. എല്ലാവർക്കും അറിയാം, 63ാമത്തെ വയസ്സിലല്ലേ ഹബീബായ തങ്ങൾ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞത്. എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ കുടുംബത്തിൽപ്പെട്ടവർ മരണപ്പെടുമ്പോൾ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ പിതാവ് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ പിതാവ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല നൽകിയ അനുഗ്രഹമാണ് സഹോദര വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു സൽക്കർമ്മം, ഒരു അമൽ പ്രാവർത്തികമാക്കുവാൻ എനിക്ക് സാധിച്ചു. മരണപ്പെടാൻ പോകുന്ന പിതാവിന്റെ മുന്നിൽ വെച്ച് സൂറത്തുൽ റഅദ്, വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുവാൻ സാധിച്ചു. ആ പിതാവിന്റെ മുമ്പിൽ വെച്ച് ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പിതാവ് മരണപ്പെടുകയാണ്. വിഷമിച്ചു പോയി സഹോദര, ആരും വിഷമിക്കും. തന്റെ പിതാവ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ, കുടുംബത്തിൽപ്പെട്ടവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ആരും വിഷമിക്കുന്നതാണ്. സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ആ സന്ദർഭത്തിൽ എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമേറിയ വഫാത്തിനെ കുറിച്ചാണ്. ലോകത്തിന്റെ നായകൻ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞുവല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ടുണ്ട്. പിന്നെ ബിൽ ഔല തീർച്ചയായും മറ്റുള്ള അടിമകള്, സമുദായത്തിൽപ്പെട്ടവർ തീർച്ചയായും മരണപ്പെടുന്നതാണ്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്രകാരം ഒരു ചിന്താഗതി ഉണ്ടായപ്പോൾ സഹോദര, കുറെ സമയത്തിൽ ഒരു സമാധാനമുണ്ടായി. യാഥാർത്ഥ്യമാണ്, ഹബീബായ തങ്ങൾ 63 വർഷമാണ് ജീവിച്ചത്. ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ അവസാനം വരെ ഉദാത്തമായ ജീവിതമാണ്, സംശുദ്ധമേറിയ ജീവിതമാണ്, സ്നേഹത്തോടുകൂടിയുള്ള ജീവിതമാണ് ഹബീബായ തങ്ങൾ നയിച്ചിരുന്നത്. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ശത്രു വിഭാഗത്തിനോട് പോലും കരുണയോടുകൂടി മാത്രമാണ് ഹബീബായ തങ്ങൾ പെരുമാറിയിട്ടുള്ളത്. ഒരു സന്ദർഭത്തിൽ ഹബീബായ തങ്ങൾ ശത്രുക്കൾക്കെതിരിൽ ദുആ ചെയ്തു. സഹോദരന്മാരെ, ഏത് സന്ദർഭമാ അവരെ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടി ദുആ ചെയ്തു? ഏത് സന്ദർഭമാ സഹോദര? ഒരു ദിവസത്തിന്റെ അസ്ർ നമസ്കാരത്തെ ഖളാ ആക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെ ശത്രു വിഭാഗം നയിച്ചപ്പോൾ, ഹബീബായ തങ്ങളെ പൂട്ടിയിട്ടപ്പോൾ, ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചപ്പോൾ ഹബീബായ തങ്ങൾക്ക് നമസ്കരിക്കുവാൻ സാധിച്ചില്ല.
അവിടുത്തവരുടെ സച്ചരിതരാകുന്ന സ്വഹാബത്തിന് നമസ്കരിക്കുവാൻ സാധിച്ചില്ല. ആ സന്ദർഭത്തില് വിഷമത്തിന്റെ മനസ്സോടുകൂടി വിറക്കുന്ന കരങ്ങളോടുകൂടി പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പടച്ച തമ്പുരാനെ ഈ വിഭാഗത്തെ നീ കൈകാര്യം ചെയ്യണമേ അല്ലാഹ്. നീയുമായി അഭിമുഖ സംഭാഷണം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളെ കൊണ്ട് സാധിപ്പിച്ചില്ല അല്ലാഹ്. നമസ്കരിക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിപ്പിച്ചില്ല അല്ലാഹ്. നീ കൈകാര്യം ചെയ്യണമേ അല്ലാഹ്. ഹബീബായ തങ്ങള് ഓരോ ശത്രുക്കളുടെയും പേരെടുത്തുകൊണ്ട് ദുആ ചെയ്തുവെങ്കിൽ സഹോദര 2 പ്രാവശ്യമാണ് ശത്രുക്കൾക്കെതിരിൽ ഹബീബായ തങ്ങൾ ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, അല്ലാഹുവിന്റെ ഓർഡറോട് കൂടി മാത്രമാണ് ശത്രു വിഭാഗത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് യുദ്ധം ചെയ്തിട്ടുള്ളത്. ചരിത്രവും ഖുർആനും നമ്മെ പഠിപ്പിക്കുമ്പോൾ ഹബീബായ തങ്ങൾ തന്നിഷ്ടപ്രകാരം ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുമ്പോൾ ആ ജീവിതം ഒരു മാതൃകയാണ്, ആ സ്വഭാവം ഒരു മാതൃകയാണ്, ആ നടത്തം ഒരു മാതൃകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും സമുദായത്തിന് മാതൃകയാണ്. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ സഹോദരാ, നാം ജീവിച്ചു പോവുകയാണ്. ഹബീബായ തങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷേ തങ്ങളുടെ ചര്യകളെ കുറിച്ച് നാം പഠിച്ചോ, പ്രാവർത്തികമാക്കുന്നുണ്ടോ സഹോദരാ? ചിന്തിച്ചുകൊള്ളുക, പഠിച്ചുകൊള്ളുക, പ്രാവർത്തികമാക്കിക്കൊള്ളുക. 63 വയസ്സിൽ ഹബീബായ തങ്ങൾ ഉണ്ടായിരുന്നു. 63ാമത്തെ വയസ്സിലാണ് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. എത്രാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്? നുബുവത്ത് എത്രാമത്തെ വയസ്സിലാണ്? 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്, പ്രവാചകത്വം കിട്ടിയത്. 23 വർഷം വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിനു വേണ്ടി കഠിന പരിശ്രമം നടത്തി. പടച്ചവനെ 23 വർഷത്തെ ആ പ്രവർത്തനം, ആ ജീവിത ശൈലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതം, മഹാ അത്ഭുതം തന്നെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നും രക്തം പോലും വാർന്നൊഴുകി. കാരണം എന്താ? ശത്രു വിഭാഗത്തിന്റെ കടുപ്പമേറിയ ശത്രുത. ത്വായിഫിന്റെ മണലാരണ്യത്തിലേക്ക് ഹബീബായ തങ്ങൾ കടന്നു ചെന്നു. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം തൗഹീദ് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടി, ഇസ്ലാം മതം എന്താണ്, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ഹബീബായ തങ്ങൾ പല നാടുകളിലേക്കും കടന്നു ചെന്നു. ത്വായിഫിന്റെ മണ്ണിലേക്കും കടന്നു ചെന്നു. അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ചില ആൾക്കാർ അംഗീകരിക്കുവാൻ തയ്യാറായി, മറ്റു ചില ആൾക്കാർ പരിഹസിച്ചു സഹോദരാ, കളിയാക്കി സഹോദരാ. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് കാഹിൻ എന്ന് പറഞ്ഞു, ഒരു ജ്യോത്സ്യനാണ് എന്ന് പറഞ്ഞു, സാഹിർ എന്ന് പറഞ്ഞു, ശുദ്രം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞു, കാദിബ് എന്ന് പറഞ്ഞു, കള്ളം പറയുന്നവനാണ് എന്ന് പറഞ്ഞു. കള്ളപ്രവാചകനാണ്, നുണയാണ്, കള്ളമാണ്
ആണ് പറയുന്നത് എന്ന് പോലും ഹബീബായ തങ്ങളെ സംബന്ധിച്ച് ശത്രുവിഭാഗം പറയുമ്പോൾ ത്വായിഫിന്റെ മണലാരുണ്യത്തിലേക്ക് ഹബീബായ തങ്ങൾ കടന്നു ചെന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ നാട്ടിലുള്ള കൊച്ചു കുട്ടികളെ, വിവരമില്ലാത്ത അറിവില്ലാത്ത കൊച്ചു കുട്ടികളെ ഹബീബായ തങ്ങളെ കൂക്കി വിളിക്കുകയാണ്, കളവാക്കുകയാണ്, കല്ലെറിയുകയാണ്. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിലേക്ക് ചെറിയ ചെറിയ കല്ലുകൾ പതിക്കുകയാണ്. ഇന്നിന്റെ സമുദായമേ, സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുന്ന സമുദായമേ, റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് ശരീഫ് പാരായണം ചെയ്യുന്ന സമുദായമേ, ഖുർആനിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്ന സഹോദരാ സഹോദരി, ത്വായിഫിന്റെ മണ്ണിൽ നടന്ന ആ പ്രവർത്തനത്തെ കുറിച്ച്, അത്ഭുതമേറിയ പ്രവർത്തനത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിലേക്ക് ചെറിയ ചെറിയ കല്ലുകൾ പതിക്കുകയാണ്. ആ രംഗമൊന്ന് ആലോചിച്ചു നോക്കുക. കല്ലുകൾ അധികരിച്ചപ്പോൾ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം പൊട്ടുകയാണ്, രക്തം വാർന്നൊലിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഹബീബായ തങ്ങൾ ദുആ ചെയ്തില്ല സഹോദരാ. രക്തം വാർന്നൊലിച്ചു. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ ധരിച്ചിരുന്ന പരിശുദ്ധമായ ചെരുപ്പുണ്ടല്ലോ, തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുമ്പോഴും പരിശുദ്ധമായ എന്ന് പറയുന്നത് അത് സൂക്ഷ്മതയുടെ വാക്കാണ്, അത് സ്നേഹത്തിന്റെ വാക്കാണ്, അത് മമതയുടെ വാക്കാണ് സഹോദരാ. ഹബീബായ തങ്ങൾ ധരിച്ചിരുന്ന ആ മുത്തബറക്കായ ചെരുപ്പുണ്ടല്ലോ, ചെരുപ്പും തങ്ങളുടെ പരിശുദ്ധമായ കാലും തമ്മിൽ പരസ്പരം പൊട്ടുകയാണ്. വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്, വേദന കൊണ്ട് പുളയുകയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനത്തിന്റെ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ, ആക്ഷേപിച്ചിട്ടുണ്ടോ? നൂറ്റാണ്ടുകൾ മുന്നിലേക്ക് കടന്നു പോവുക. ഹബീബായ തങ്ങളെ പരിഹസിച്ചു, ആക്ഷേപിച്ചു, കൂക്കി വിളിച്ചു, കല്ലെറിഞ്ഞു. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകി സഹോദരാ. വാനലോകത്തിൽ നിന്നും മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി, സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ഈ പ്രവർത്തനങ്ങൾ മുഴുവനും പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്. ഹബീബായ തങ്ങൾ കരഞ്ഞത് കണ്ടപ്പോൾ അല്ലാഹു തആല ചെയ്തത് എന്താണ്? സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്. ഇതും സ്നേഹമാണ് സഹോദരാ. ആർക്കുള്ള സ്നേഹം? അല്ലാഹുവിനുള്ള സ്നേഹം. ആരോടുള്ള സ്നേഹം? വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. സൃഷ്ടാവിന് സൃഷ്ടിയോടുള്ള സ്നേഹം കണ്ടില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, പ്രവാചകരെ, അങ്ങ് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, അങ്ങ് വല്ലാതെ പ്രയാസപ്പെടുകയാണ്, അങ്ങ് ദുആ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഈ വിഭാഗത്തിന് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയുന്നതാണ്. ഭൂമിക്കടിയിലേക്ക് അല്ലാഹു തആല താഴ്ത്തി കളയുന്നതാണ്. ഈ കാണുന്ന മലയോരമുണ്ടല്ലോ, ഈ മലയോരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗത്തിന്റെ പുറത്തേക്ക് ചായ്ച്ചു കളയുന്നതാണ്, നശിപ്പിച്ചു കളയുന്നതാണ്. ഹബീബായ
ഹബീബായ തങ്ങളോട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ ലോകത്തിന്റെ നായക മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ പോയിന്റ്, അത് സ്നേഹത്തിന്റെ പോയിന്റാണ്. അത് എല്ലാ സമുദായത്തിനോടും വിനയത്തോടുകൂടി പെരുമാറണം എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പോയിന്റാണ്. വേണ്ട ജിബ്രീൽ ഈ വിഭാഗത്തെ ഒരു കാരണവശാലും നശിപ്പിക്കുവാൻ പാടില്ല. ഈ വിഭാഗം നശിക്കുവാൻ പാടില്ല. തീർച്ചയായും ഞാൻ ദുആ ചെയ്യുകയാണ് എങ്കിൽ ഈ ദുആഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അതിലൂടെ ഈ വിഭാഗത്തെ മുഴുവനും അല്ലാഹു തആല നശിപ്പിച്ചു കളയുന്നതാണ്. ഈ വിഭാഗത്തിന്റെ പിൻതലമുറക്കാരിൽ ഏതെങ്കിലും ഒരു വ്യക്തി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കുകയാണ് എങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അത് തന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നില്ല എന്ന് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോൾ സഹോദരാ ദുആ ചെയ്തിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. ഹബീബായ തങ്ങൾ 40 വയസ്സ് മുതൽ പ്രവർത്തനം ആരംഭിച്ചു. കൊല്ലങ്ങൾ പിന്നിട്ടപ്പോൾ, വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പല സഹോദരന്മാരും പല വ്യക്തികളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ പ്രവർത്തനങ്ങളെ, ആ സ്വഭാവ ശൈലികളെ, സംസാര ശൈലികളെ, നടത്തം പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ട് പലരും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചപ്പോൾ സഹോദരന്മാരെ, ശത്രു വിഭാഗത്തിന് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. ശത്രു വിഭാഗത്തിന്റെ ആൾബലം കുറയുകയാണ്, ശക്തികൾ കുറയുകയാണ്. അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടുകയാണ്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തു തൗബയിലുള്ള ആയത്തിന്റെ തഫാസീറിലെ ഖുർആനിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ ഒരു ചർച്ചയാണ്, ഒരു ചരിത്രമാണ്, ഒരു പരിശുദ്ധമായ ഹദീസാണ്. അബൂജഹലിന്റെ നേതൃത്വത്തിൽ ശത്രു വിഭാഗം ഒരു യോഗം വിളിച്ചുകൂട്ടി. ആ യോഗത്തിന്റെ അധ്യക്ഷ പീഠം അലങ്കരിച്ചത് അത് ആരാണ് സഹോദര? അബൂജഹലായിരുന്നു. ചുരുക്കി മാത്രം പറയുകയാണ്, 40 വയസ്സിനു ശേഷമുള്ള ഹബീബായ തങ്ങളുടെ പ്രവർത്തനം, ജീവിതത്തിന്റെ സന്ദർഭത്തിലുള്ള കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം പറയുകയാണ്. എക്സാമ്പിൾ എന്ന നിലക്ക്, ഉദാഹരണം എന്ന നിലക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ അവസാനമായി തീരുമാനിച്ച തീരുമാനമെന്താ സഹോദര? അത് ശപിക്കപ്പെട്ട ഇബ്ലീസിന്റെ തീരുമാനമായിരുന്നു. ആ സദസ്സിലേക്ക് ശൈഖിന്റെ രൂപത്തിൽ, വയസ്സന്റെ രൂപത്തിൽ, പ്രായം ചെന്ന ഒരു വ്യക്തിയുടെ രൂപത്തിൽ ശപിക്കപ്പെട്ട ഇബ്ലീസ് കടന്നു വരികയാണ്. പല അഭിപ്രായങ്ങളും സദസ്യർ അബൂജഹലിനോട് പറഞ്ഞപ്പോൾ അംഗീകരിച്ചില്ല. ആര്? ശപിക്കപ്പെട്ട ഇബ്ലീസ് അംഗീകരിച്ചില്ല. അവസാനമായി ശപിക്കപ്പെട്ട ഇബ്ലീസ് തന്നെ ചർച്ചയിൽ തീരുമാനമെടുക്കുകയാണ്. ആരെ കൊല്ലാൻ സഹോദര? വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയാണ്. ഇബ്ലീസ് പറയുന്നു, അല്ലയോ സഹോദരന്മാരെ, ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യണം, തുടച്ചു മാറ്റണം, അവനെ നശിപ്പിച്ചു കളയണം, അവനെ കൊല ചെയ്ത് കളയണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്യർ മുഴുവനും അംഗീകരിച്ചു തീരുമാനപ്രകാരം അവർ ഒന്നടങ്കം ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഈ രംഗം കണ്ടുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കടന്നു വരികയാണ്, പറഞ്ഞയക്കുകയാണ്. തങ്ങളിലേക്ക് കടന്നു വന്നു, അല്ലയോ പ്രവാചകരെ,
അങ്ങ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ നയിക്കുമ്പോൾ ശത്രുവിഭാഗത്തിന് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. അബൂജഹലിന്റെ അധ്യക്ഷതയിൽ കൂടിയ ആ സദസ്സിൽ അങ്ങയെ വകവരുത്തുവാൻ, അങ്ങയെ കൊന്നുകളയുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശത്രുവിഭാഗം അവരുടെ ഭവനങ്ങളിൽ നിന്നും ആയുധവുമായി പുറപ്പെട്ടിരിക്കുകയാണ്. പ്രവാചകരെ, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ തീരുമാനമാണ്. എത്രയും വേഗം പുറപ്പെട്ടുകൊള്ളുക. ഹിജ്റയ്ക്കുള്ള ഓർഡർ കൊടുക്കുകയാണ്. 53ാമത്തെ വയസ്സിലാണ് ഹിജ്റയ്ക്കുള്ള തീരുമാനമുണ്ടാകുന്നത്. 40 വയസ്സിൽ നുബുവത്ത് കിട്ടുമ്പോൾ 13 വർഷം പിന്നിടുമ്പോൾ 53 വയസ്സാവുകയാണ്. 53ാമത്തെ വയസ്സിൽ ഹിജ്റയ്ക്ക് അല്ലാഹു തആല തീരുമാനം നൽകുകയാണ്. എന്റെ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ ഒരു കേടുപാടുപോലും പറ്റുവാൻ പാടില്ല. ആര് തീരുമാനിച്ചു? പ്രപഞ്ചത്തിന്റെ അധിപനായ, പ്രപഞ്ചത്തിന്റെ പരിപാലകനായ അല്ലാഹു തീരുമാനിച്ചു. ഹബീബായ തങ്ങളിലേക്ക് മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു. ചെന്നു പറഞ്ഞു, പ്രവാചകരെ എത്രയും വേഗം പുറപ്പെട്ടു കൊള്ളുക. അങ്ങ് പരിശുദ്ധമായ മക്കയിൽ നിന്നും മദീന നാട്ടിലേക്ക്, മദീന പട്ടണങ്ങളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അൻഹുവിനെ പിടിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ വീട്ടിൽ നിന്നും പുറത്തേക്ക് കടന്നു വരികയാണ്. ആരുടെ വീട്ടിലേക്കാണ് പ്രവേശിച്ചത്? അലിയാര് തങ്ങളിലേക്ക് പ്രവേശിച്ചു. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹബീബായ തങ്ങൾ കിടക്കുന്ന ആ കിടക്കയിൽ ആരെയാണ് സഹോദര കിടത്തിയത്? ഇത് ഹബീബായ തങ്ങളുടെ ബുദ്ധിയാണ്, കൗശലമാണ്, അല്ലാഹു തആല കൊടുത്ത ബുദ്ധിയാണ്. ഹബീബായ തങ്ങൾ കിടക്കുന്ന കിടക്കയിൽ അലിയാര് തങ്ങളെ കിടത്തി, പുതപ്പിട്ടു മൂടി. അബൂബക്കർ തങ്ങളും ഹബീബായ തങ്ങളും തങ്ങളുടെ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ്. മലയിലേക്ക് പ്രവേശിക്കുമ്പോൾ, മണലാരുണ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശത്രുവിഭാഗം കടന്നു വരികയാണ്. ഹബീബായ തങ്ങളുടെ വീട്ടിലേക്ക് ശത്രുവിഭാഗം കടന്നു ചെന്നു. തങ്ങൾ കിടക്കുന്ന കിടക്കയുടെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. വാളുമായി കടന്നു ചെല്ലുകയാണ്. ഈ കിടക്കുന്നത് ഹബീബായ തങ്ങളാണ്. ഈ തങ്ങളെ വകവരുത്തുന്നതിന് വേണ്ടി ശത്രുവിഭാഗം കടന്നു ചെല്ലുന്നു. പുതപ്പ് മാറ്റി നോക്കുമ്പോൾ അത്ഭുതമേ അത്ഭുതം, അലിയാര് തങ്ങളാണ് കിടക്കുന്നത്. അല്ലയോ അലിയേ, എവിടെയാണ് മുഹമ്മദ്? അലിയാര് തങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല സമുദായമേ, എനിക്കറിയുകയില്ല സഹോദരന്മാരെ. ഹബീബായ തങ്ങൾ എവിടേക്ക് പോയി എന്ന് എനിക്കറിയുകയില്ല എന്ന് വിശ്വവിമോചകനെ കുറിച്ച് അലിയാര് തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ദേഷ്യത്തോടുകൂടി തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ആലോചിച്ച് നോക്കി, 53ാമത്തെ വയസ്സിൽ നടന്ന സംഭവമാണ്. ദീനിന്റെ പ്രവർത്തനം അധികരിച്ചപ്പോൾ ശത്രുവിഭാഗത്തിൽ നിന്നും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ശത്രുത എങ്ങനെയും വകവരുത്തണം. ഇനി ഈ ഭൂലോകത്ത് അവശേഷിപ്പിക്കാൻ പാടില്ല. ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനമെടുത്തു. അല്ലാഹു അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെട്ടു. പുറത്തേക്ക് മലയുടെ പർവ്വതത്തിന്റെ അരികിലെത്തിയപ്പോൾ ഹബീബായ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടി ആ പർവ്വതത്തിന്റെ ഉള്ളിലേക്ക്, മലയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ചുരുക്കി പറയുകയാണ്, രക്ഷപ്പെടുത്തി. ആര് രക്ഷപ്പെടുത്തി? അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. മലയുടെ മുകൾ ഭാഗത്തിൽ മുഴുവനും ശത്രുവിഭാഗം തടിച്ചുകൂടി നിൽക്കുന്നു. നാനാ ഭാഗത്തും ശത്രുവിഭാഗം തടിച്ചുകൂടി നിൽക്കുകയാണ്. തക്കം കിട്ടുമ്പോൾ, ഹബീബായ തങ്ങളെ കണ്ടുമുട്ടുമ്പോൾ വകവരുത്തുന്നതിന് വേണ്ടി, കൊല ചെയ്യുന്നതിന് വേണ്ടി ആയുധങ്ങളുമായി സന്നിധരായി നിൽക്കുകയാണ്. കൂടി നിൽക്കുകയാണ്. കൂട്ടം കൂടി നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പേടിച്ചു.
കാരണം ശത്രുവിഭാഗം മലയുടെ മുകൾ ഭാഗത്ത് നിൽക്കുകയാണ്. അവരിൽ ഒരു വ്യക്തിയെങ്കിലും താഴ്ഭാഗത്തേക്ക് തന്റെ കാൽപാദത്തിലേക്കൊന്ന് കുനിഞ്ഞു നോക്കുകയാണ് എങ്കിൽ, താഴ്ഭാഗത്തിലേക്കൊന്ന് നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഹബീബായ തങ്ങളെയും അബൂബക്കർ തങ്ങളെയും കാണുന്നതാണ്. പക്ഷേ നോക്കിയില്ല. നോക്കാനുള്ള മനസ്സ് അല്ലാഹു തആല കൊടുത്തില്ല സഹോദരന്മാരെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ പ്രവാചകരെ, ശത്രുവിഭാഗം താഴ്ഭാഗത്തിലേക്ക് നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും എന്നെയും അങ്ങയും കാണുന്നതാണ്. അതിലൂടെ ആ ശത്രുവിഭാഗം നമ്മെ വകവരുത്തുന്നതാണ്. പ്രവാചകരെ, ഹബീബായ തങ്ങൾ പറഞ്ഞു, ലാ തഹ്സൻ ഫഇന്നല്ലാഹ മഅനാ. ഖുർആനിന്റെ ആയത്താണ്. അബൂബക്കർ തങ്ങളെ, വിഷമിക്കേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാനും നീയും ഈ ഗുഹയിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മോടൊപ്പമുണ്ട്. അവൻ തന്നെയാണ് കാര്യകർത്താവ്, അവൻ തന്നെയാണ് സംരക്ഷകൻ, അവൻ തന്നെയാണ് അഭയകേന്ദ്രം, അവൻ തന്നെയാണ് എല്ലാം. അതുകൊണ്ട് പേടിക്കണ്ട അബൂബക്കറെ, അല്ലാഹു തആല നമ്മോടൊപ്പമുണ്ട്. അബൂബക്കറെ, പേടിക്കണ്ട എന്ന് സന്തോഷത്തിന്റെ വചനങ്ങൾ ഹബീബായ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ വിഷമം മാറി. സഹോദരാ, ഇത് ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ച ഒരു പ്രവർത്തനമായിരുന്നു, ഒരു ശൈലിയായിരുന്നു സഹോദരന്മാരെ. ഇതായിരുന്നു ഹബീബായ തങ്ങളുടെ പ്രവർത്തനം മുഴുവനും ഉപദേശമാണ്, ചര്യയാണ്. ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ചുരുക്കി പറയുന്നു, ഹബീബായ തങ്ങളുടെ ആ 63 വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. 53ാമത്തെ വയസ്സിൽ ഇപ്രകാരമുള്ള ശത്രുവിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ നടമാടുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ശത്രുതകൾ മുഴുവൻ ഹബീബായ തങ്ങളോട് കാട്ടുമ്പോൾ 63ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഹബീബായ തങ്ങളെ സംബന്ധിച്ച് അവിടുത്തവരുടെ സച്ചരിതരാകുന്ന സ്വഹാബത്ത് പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ അവസാനമിറങ്ങിയ ആയത്ത് ഏതാണ്? ഏതായത്ത് ഇറങ്ങിയത്? അവസാനത്തെ ആയത്ത്. പല അഭിപ്രായവുമുണ്ട്, പല അഭിപ്രായങ്ങൾ മുഹദ്ദിസീങ്ങൾ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ, പരിശുദ്ധമായ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ആ അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായമാണ്, പ്രബലമായ അഭിപ്രായമാണ്, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ അവസാനം ഇറങ്ങിയ ആയത്ത്. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മാഇദയുടെ 2-ാം പേജിലുള്ള ഒരു ആയത്താണ് സഹോദരാ. 6-ാം ജുസ് ലാ യുഹിബ്ബുല്ലാഹ് എന്ന് പറയുന്ന ജുസിന്റെ 1/4 ജുസിന്റെ ഭാഗത്തിൽ ഇറങ്ങിയ ഒരു ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ യൗം أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഈ ആയത്തിന് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം ഏത് സന്ദർഭമാണ് സഹോദരന്മാരെ? ഹജ്ജത്തുൽ വദാ, അവസാനമായി ഹബീബായ തങ്ങൾ നിർവഹിച്ച ഹജ്ജുണ്ടല്ലോ, അതാണ് ഹജ്ജത്തുൽ വദാ. ഈ അവസാനത്തെ ഹജ്ജിന് ശേഷം ആ ഹജ്ജ് നിർവഹിച്ച ദിവസം പരിശുദ്ധമായ ജുമഅയുടെ ദിവസമായിരുന്നു, വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം അസ്റിന് ശേഷം
ശേഷം ഹബീബായ തങ്ങൾ അവിടുത്തവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ പുറത്തിരിക്കുമ്പോൾ അറഫ മൈതാനത്തിൽ ഇരിക്കുകയാണ്. എവിടെയാണ് സഹോദരാ നിൽക്കുന്നത്? എവിടെയാണ് സഹോദരാ ഇരിക്കുന്നത്? ഒരു ഒട്ടകത്തിന്റെ പുറത്താണ് ഇരിക്കുന്നത്. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് മക്കയിലേക്ക് കടന്നു ചെന്ന സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അറഫ മൈതാനിയിൽ ഹബീബായ തങ്ങൾ വെള്ളിയാഴ്ച അസറിന് ശേഷം ഒട്ടകത്തിന്റെ പുറത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ തീരുമാനവുമായി മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ ഓതി കൊടുക്കുകയാണ്. സഹോദരാ, വർഷങ്ങൾ പിന്നിട്ടു പോവുകയാണ്. 63ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കേവലം 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ 2 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ പറഞ്ഞു പൂർത്തീകരിക്കാൻ പറ്റാത്ത വിശാലമായ ചരിത്രമാണ്, വിശാലമായ വിഷയമാണ് സഹോദരാ. ചുരുക്കി മാത്രം പറയുകയാണ്. 23 വർഷത്തെ ഹബീബായ തങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ റബീഉൽ അവ്വൽ മാസം മുഴുവനും വരും. ചുരുക്കി മാത്രം പറയുകയാണ്. ഹബീബായ തങ്ങളിലേക്ക് മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഖുർആനിന്റെ ആയത്തിനെ ഓതി കൊടുക്കുകയാണ്. അവസാനത്തെ ആയത്താണ് സഹോദരാ, 6666ാമത്തെ ആയത്താണ് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ പറയുന്നു, പഠിക്കുന്നതിന് വേണ്ടി സൂറത്തുൽ മാഇദയുടെ 2-ാം പേജിൽ ഓതപ്പെട്ടിരിക്കുന്ന ഈ 2-ാം പേജിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആയത്താണ്. ഹബീബായ തങ്ങൾ ഓതി കൊടുത്തു. ഏത് ആയത്ത്? അൽ യൗം, ഇന്നേ ദിവസം. ആയത്തിന്റെ അർത്ഥം പറയുകയാണ്. അൽ യൗം, ഇന്നേ ദിവസം അക്മൽതു ലക്കും ദീനക്കും, അങ്ങയുടെ നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പ്രവാചകരെ, അങ്ങയുടെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 23 വർഷത്തെ പ്രവർത്തനമുണ്ടല്ലോ, ത്യാഗപ്പെട്ട പ്രവർത്തനമുണ്ടല്ലോ, ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമുണ്ടല്ലോ, ജനങ്ങളെ മുഴുവനും ആത്മസംസ്കരണത്തിലേക്ക് പ്രവേശിക്കുവാൻ പര്യാപ്തമായ അവസ്ഥയിലുള്ള ആ പരിശുദ്ധമായ പ്രവർത്തനമുണ്ടല്ലോ, അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത്മന്തു അലൈക്കും നിഅമതി, ദീൻ മാത്രമല്ല പൂർത്തീകരിച്ചിരിക്കുന്നത്, അങ്ങയുടെ മേൽ കോടാനു കോടി അനുഗ്രഹങ്ങളെയാണ് ഞാൻ നൽകിയിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളെ മുഴുവനും ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. വഅത്മന്തു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഞാൻ തൃപ്തിപ്പെട്ടു. പ്രവാചകരെ, ആര് പറഞ്ഞു കൊടുക്കുകയാണ്? പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ തൃപ്തിപ്പെട്ടു. വറദീതു ലക്കുമുൽ ഇസ്ലാമ, പരിശുദ്ധമായ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം മതത്തെ യഥാർത്ഥ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ പ്രവർത്തനങ്ങളെ മുഴുവനും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളെ മുഴുവനും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങയുടെ സൽക്കർമ്മങ്ങളെ മുഴുവനും ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭം വരെയുള്ള ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളെ മുഴുവനും ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ വിധത്തിലുള്ള ആശയം ഉൾക്കൊള്ളുന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ ഹബീബായ തങ്ങൾക്ക് മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുക്കുകയാണ്. ആ ഒട്ടകത്തിന്റെ പുറത്തു നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. ഹബീബായ തങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് കടന്നു ചെന്നു.
യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീൽ, ഇത് ഏറ്റവും വലിയ ആയത്താണ്. ഇത് എന്റെ വഫാത്തിനെ കുറിച്ച് അറിയിക്കുന്ന ആയത്താണ്. ഹബീബായ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദ് തമ്മൽ യൗം അംറു ദീനികും. ആരുടെ വാക്കാ? ആരുടെ വാക്കാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കാണ്. ഖദ് തമ്മൽ യൗം അംറു ദീനികും, അങ്ങയുടെ ദീൻ കാര്യം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചിരിക്കുകയാണ്. അങ്ങയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും, അങ്ങയുടെ ത്യാഗങ്ങൾ മുഴുവനും ശത്രുവിഭാഗം ഒരുപാട് കഷ്ടപ്പെടുത്തി, എന്നിട്ട് പോലും അങ്ങ് ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം കടന്നു ചെന്നു. എല്ലാം സഹിച്ചുകൊണ്ടുള്ള ജീവിതമാണ്, പ്രവർത്തനമാണ് നയിച്ചത്. പ്രവർത്തനം മുഴുവനും പൂർത്തീകരിച്ചിരിക്കുകയാണ് പ്രവാചകരെ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഫജ്മഅ അസ്ഹാബക ബിഅന്നി ലാ ഉൻസിലു അലൈക ബഅദ ഹാദൽ യൗം. ഹബീബായ തങ്ങളോട് ആ അറഫ മൈതാനത്തിൽ വെച്ച് ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ വെള്ളിയാഴ്ച ദിവസം അസ്റിന് ശേഷം പറഞ്ഞ വാക്കാണ്. ആര് പറഞ്ഞു കൊടുത്ത വാക്കാണ്? മുഖറബുൽ അംലാക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, പ്രവാചകരെ എത്രയും വേഗം അങ്ങയുടെ സമുദായത്തിലേക്ക് കടന്നു പോകുക പ്രവാചകരെ. ഫഇന്നി ലാ ഉൻസിലു അലൈക ബഅദ ഹാദൽ യൗം. അവരിലേക്ക് കടന്നു ചെല്ലുക, അവരോട് വിളംബരം നടത്തുക, അവരോട് പറഞ്ഞു കൊടുക്കുക. എന്താണ് പറയേണ്ടത്? ഇനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങയിലേക്ക് കടന്നു വരുന്നതല്ല, ഇത് അവസാനത്തെ വരവാണ്. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി കടന്നു വന്നിരിക്കുന്നത് അവസാനത്തെ വരവാണ്. ഇനി ഒരു ആയത്തുമായി കടന്നു വരുന്നതല്ല, അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശവുമായി അങ്ങയിലേക്ക് ജിബ്രീൽ കടന്നു വരുന്നതല്ല. ഖുർആനിന്റെ ആയത്തിതാ പൂർത്തീകരിച്ചിരിക്കുകയാണ്, അവസാനത്തെ ആയത്ത് ഇറങ്ങിയിരിക്കുകയാണ്. പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, അങ്ങയുടെ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ എന്ന് ഹബീബായ തങ്ങളോട് മുഖറബുൽ അംലാക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ ഒട്ടും താമസിച്ചില്ല സഹോദരാ. ഹബീബായ തങ്ങൾ വീണ്ടും ഒട്ടകത്തിന്റെ പുറത്തേക്ക് പ്രവേശിക്കുകയാണ്. അസ്റിന് ശേഷം നടന്ന സമയമാണ്, വെള്ളിയാഴ്ച ദിവസം അസ്റിന് ശേഷം നടന്ന ഒരു പ്രവർത്തനമാണ്, സന്ദർഭമാണ് സഹോദരന്മാരെ. ഒട്ടകത്തിന്റെ പുറത്തേക്ക് പ്രവേശിച്ചു. വറജഅ മിനൽ മക്കത്തി വഅതൽ മദീന. മക്കയിൽ നിന്നും പുറപ്പെട്ടു. ഏതു ഭാഗത്തേക്ക്? മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയിലെത്തി. വഅതൽ മദീന. കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വാക്ക് പോയിന്റ് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കും. അവസാനത്തെ വരവാണ്, ദിവ്യ സന്ദേശവുമായി കടന്നു വന്നിരിക്കുന്നത് അവസാനമായി കടന്നു വന്നിരിക്കുകയാണ്. ഇനി കടന്നു വരില്ല. ഈ ഒരു പോയിന്റ്, ഈ ഒരു വിവരം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കണം. ആവേശത്തോടുകൂടി ഹബീബായ തങ്ങൾ മക്കയിൽ നിന്നും പുറപ്പെട്ടു. മദീനയിലേക്ക് പ്രവേശിച്ചു, പള്ളിയിലേക്ക് പ്രവേശിച്ചു, മദീന പള്ളിയിലേക്ക് പ്രവേശിച്ചു. മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വന്നു. സച്ചരിതരാകുന്ന സ്വഹാബത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്. സ്വഹാബത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളുടെ നേതൃത്വത്തിൽ സ്വഹാബാക്കൾ മുഴുവനും നിറഞ്ഞു കവിഞ്ഞു. മദീന പള്ളി മുഴുവനും നിറഞ്ഞു കവിയുകയാണ് സഹോദരന്മാരെ. ഫഖാമ, ഹബീബായ തങ്ങൾ മിമ്പറിന്റെ അരികിലേക്ക് എഴുന്നേറ്റു നിന്നു. മിമ്പറിലേക്ക് പ്രവേശിച്ചു. ആ മിമ്പറിലേക്ക് എഴുന്നേറ്റു നിന്നു. ഫഖാല ഫഹമിദല്ലാഹ വഅസ്നാ അലൈഹി. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ആദ്യമായി പറഞ്ഞു കൊടുത്തതെന്താ? ഫഖറഅ അലൈഹിമുൽ ആയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ-യൗം അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. പ്രസംഗത്തിന്റെ പ്രാരംഭം തന്നെ വിശുദ്ധമായ ഖുർആനിന്റെ അവസാനത്തെ ആയത്തിനെ സച്ചരിതരാകുന്ന സ്വഹാബത്തിന് മുമ്പിൽ ഓതി കൊടുക്കുകയാണ്. ഈ ആയത്തിന്റെ അർത്ഥം പ്രതിപാദിച്ചു കൊടുക്കുകയാണ്. യാ സ്വഹാബ, അല്ലയോ സ്വഹാബത്തെ, എന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം യഥാർത്ഥ മതമായി, യഥാർത്ഥ ദീനായി അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എന്റെ പരിശ്രമങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി എന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയില്ല. അല്ലാഹുവിന്റെ വഹയുമായി, അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശവുമായി, റെഗുലേഷനുമായി ഹബീബായ തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതല്ല സ്വഹാബ. അവസാനമായി കടന്നു വന്നത് കഴിഞ്ഞ ദിവസത്തിലായിരുന്നു സ്വഹാബ. ഇനി കടന്നു വരുന്നതല്ല സ്വഹാബ. വിഷമത്തോടുകൂടി ഹബീബായ തങ്ങള് അവിടുത്തവരുടെ സമുദായത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബത്ത് മുഴുവനും സന്തോഷിക്കുകയാണ്. അസ്വഹാബുഹു എന്നാണ് പറഞ്ഞത്. ആ മദീന പള്ളിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഹാബത്തും ഹബീബായ തങ്ങളുടെ ഈ ഉപദേശം കേട്ടപ്പോൾ, ഈ സംസാരം കേട്ടപ്പോൾ സന്തോഷിച്ചു പോയി. ഇല്ല അബൂബക്കർ, അബൂബക്കർ തങ്ങൾ സന്തോഷിച്ചില്ല സഹോദര. 100 സ്വഹാബത്തുണ്ട് എങ്കിൽ, 1000 സ്വഹാബത്തുണ്ട് എങ്കിൽ 999 സ്വഹാബത്തും സന്തോഷിച്ചു. ഒരു സ്വഹാബിയാകുന്ന അബൂബക്കർ തങ്ങൾ സന്തോഷിച്ചില്ല. സ്വഹാബത്ത് പോലും അത്ഭുതപ്പെടുകയാണ്. 999 സ്വഹാബത്തും സന്തോഷത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തുതി കീർത്തനങ്ങൾ പാടുമ്പോൾ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള വാക്കുകൾ പറയുമ്പോൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയുടെ ഒരു സൈഡിലേക്ക് കടന്നു പോവുകയാണ്. ആ സൈഡിൽ ഇരിക്കുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. ഹബീബായ തങ്ങൾ ഈ രംഗം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി സഹോദര. ഉൾക്കാഴ്ചയുള്ള സ്വഹാബിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഈ ആയത്തിനെ അവതരിപ്പിക്കപ്പെട്ടത് കാരണം എന്തിനാണ്, എന്തിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി. ഹബീബായ തങ്ങളുടെ അവസാനത്തെ ആയത്താണ് എന്ന് തങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി. വിശ്വവിനോദകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്നും വിട പറയുവാൻ സമയമായിരിക്കുകയാണ്. വിശ്വവിമോചകന്റെ വഫാത്തിദ അടുത്തിരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ എന്താ ചെയ്തത്? വദഖല മൻസിലഹു, ഹബീബായ തങ്ങൾ ആ സ്ഥലത്തിൽ നിന്നും പിരിഞ്ഞു പോയപ്പോൾ, തങ്ങളുടെ പരിശുദ്ധമായ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. വഅല്ലഖൽ ബാബ്, ഡോർ ലോക്ക് ചെയ്യുകയാണ്. വഷ്തഗല ബിൽ ബുകാ ഫിൽ ലൈലി വൻ നഹാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രാവും പകലും കരയുകയാണ് സഹോദര. 24 മണിക്കൂറും കരച്ചിലാണ്. എന്തിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് സഹോദര കരയുന്നത്? ഈ പരിശുദ്ധമായ ആയത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട്. ഈ ആയത്ത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇറക്കപ്പെട്ടിരിക്കുന്നത് ഓർത്തുകൊണ്ട് കരയുകയാണ്. ഹബീബായ തങ്ങളുടെ ആ പരിശുദ്ധമായ വഫാത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുകയാണ്. എന്റെ ഹബീബായ തങ്ങൾ ഈ ലോകത്തിൽ നിന്നും വിട പറയുവാൻ പോവുകയാണോ? ഇനി ഏത് സന്ദർഭത്തിലാണ് ഹബീബായ തങ്ങളുടെ സാരസമ്പൂർണമായ
ശുദ്ധമായ സതുപദേശം കേൾക്കുവാൻ സാധിക്കുന്നത്. ഉപദേശം എവിടെ പോയി? സംസാരം എവിടെ പോയി? സ്നേഹം എവിടെ പോയി? അബൂബക്കർ തങ്ങൾ ചിന്തിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. വഫാത്തായിട്ടുള്ള സഹോദര, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു 2 ദിവസത്തിനു ശേഷമുള്ള ഒരു ശൈലിയാണ്, പ്രവർത്തനമാണ്. അബൂബക്കർ തങ്ങൾ റൂമിൽ നിന്ന് കരയുന്നത്. ഫസമിഅൽ അസ്ഹാബ് ദാലിക, ഹബീബായ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അബൂബക്കർ തങ്ങൾ ആ റൂമിൽ ഇരുന്ന് കരയുമ്പോൾ കരച്ചിലിന്റെ ശബ്ദം അയൽവാസികളാകുന്ന സച്ചരിതരാകുന്ന സ്വഹാബത്ത് പോലും കേട്ടുപോയി. ആലോചിച്ചു നോക്കി സഹോദരൻ, അയൽവാസികളാകുന്ന സ്വഹാബകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ അടുക്കൽ താമസിക്കുന്ന അയൽവാസികളാകുന്ന സ്വഹാബകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കരച്ചിൽ കേട്ടു. അവർ പോലും അത്ഭുതപ്പെട്ടു. എന്താണ് അബൂബക്കർ തങ്ങൾക്ക് ഈ അവസ്ഥയിലുള്ള ഒരു പ്രവർത്തനം, ഒരു ശൈലി ആദ്യമായി നമ്മൾ കാണുന്നത്? എന്തു പറ്റി അബൂബക്കർ തങ്ങൾ? സ്വഹാബാക്കൾ അഥവാ അയൽവാസികളാകുന്ന സ്വഹാബാക്കൾ മുഴുവനും, പ്രമുഖന്മാരാകുന്ന സ്വഹാബാക്കൾ മുഴുവനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലുകയാണ്. രാവും പകലും കരയുകയാണ്. എന്തിനെ കുറിച്ചോർത്തുകൊണ്ടാണ് കരയുന്നത്? അന്വേഷിക്കുന്നതിന് വേണ്ടി കടന്നു ചെല്ലുകയാണ്. സ്വഹാബത്ത് ഒന്നടങ്കം അബൂബക്കർ തങ്ങളോട് ചോദിക്കുകയാണ്, യാ അബൂബക്കർ ലിമ തബ്കി ഫീ മൗദിഇൽ ഫറഹി വസ്സുറൂർ. അല്ലയോ അബൂബക്കർ തങ്ങളെ, സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും സന്ദർഭത്തിൽ അങ്ങ് എന്തിനാണ് കരയുന്നത്? ഹബീബായ തങ്ങളിലേക്ക് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം യഥാർത്ഥ മതമായി, യഥാർത്ഥ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രവർത്തനങ്ങളെ മുഴുവനും അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ആയത്തിന് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത്, ആനന്ദം കൊള്ളുകയാണ് വേണ്ടത്. ഈ സന്ദർഭത്തിൽ, സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ, ആനന്ദത്തിന്റെ സന്ദർഭത്തിൽ, ആഹ്ലാദത്തിന്റെ സന്ദർഭത്തിൽ അങ്ങ് എന്തിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് അബൂബക്കർ തങ്ങളെ കരയുന്നത്? ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുമ്പോൾ ഫഖാല അബൂബക്കർ, അബൂബക്കർ തങ്ങൾ മറുപടി പറയുകയാണ്, അൻതും ലാ തഅലമൂൻ മാ യുസിബുകും. അല്ലയോ സ്വഹാബത്തെ, അല്ലയോ സ്വഹാബത്തെ, സ്വഹാബത്തെ, നിങ്ങൾക്കൊരു കാര്യവും അറിയുകയില്ല. നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്ക് അറിയാം. ഈ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന് അവതരിപ്പിക്കപ്പെടുവാൻ കാരണമെന്തേ നിങ്ങൾക്കറിയുമോ? സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. അവർ മറുപടി പറഞ്ഞു, ഇല്ല അബൂബക്കറേ, അറിയുകയില്ല അബൂബക്കറേ. അബൂബക്കർ തങ്ങൾ സച്ചരിതരാകുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തെ മനസ്സിലാക്കി കൊള്ളുക, ഹബീബായ തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുകയാണ്. ഇനി ഒരുപാട് ദിവസം, ഒരുപാട് മാസം, ഒരുപാട് വർഷം നാമുമായി സഹകരിക്കുവാൻ സാധിക്കുന്നതല്ല. വഫാത്തിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന, ചിന്തിക്കുന്ന ഒരു ആയത്ത് തന്നെയാണ് ഈ ആയത്ത് എന്ന് ഹബീബായ തങ്ങളെ സംബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സച്ചരിതരാകുന്ന സ്വഹാബത്തിനോട് പറയുമ്പോൾ വബകൗബുകാൻ ശദീദാ, ഈ വഫാത്തിന്റെ വചനങ്ങൾ, ഹബീബായ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് അബൂബക്കർ തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബത്തിന് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. സ്വഹാബാക്കൾ മുഴുവനും പൊട്ടി പൊട്ടി കരയുകയാണ്.
ഹബീബായ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുകയാണ്. സഹോദരന്മാരെ, കരച്ചിലിന്റെ കടുപ്പം മനസ്സിലാക്കണോ? ഫസമിഅ ഗൈറുഹുൽ ബുകാ ഫീ ഹുജ്റതി അബീ ബക്കർ. ഇത് പരിശുദ്ധമായ ഹദീസാണ്. ഹദീസിന്റെ വചനം ഓതിക്കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസംഗിക്കുന്നത്. കേവലം ചരിത്രം മാത്രമല്ല പറയുന്നത്, പരിശുദ്ധമായ ഹദീസിന്റെ ഇബാറത്ത്, ഹദീസിന്റെ വചനം അതേപടി അതേ അവസ്ഥയിൽ നിങ്ങൾക്ക് മുമ്പിൽ പ്രതിപാദിക്കുകയാണ്. സഹോദര, 63-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ശൈലിയാണ്, ഒരു പ്രവർത്തനമാണ്. സഹോദര, കരച്ചിലിന്റെ കടുപ്പം മനസ്സിലാക്കണോ? അബൂബക്കറുടെ കരച്ചിലിനെ സംബന്ധിച്ച് ചോദിക്കുവാൻ വേണ്ടി കടന്നു വന്ന സ്വഹാബാക്കൾ മുഴുവനും പൊട്ടി പൊട്ടി കരയുകയാണ്. ഹബീബായ തങ്ങളുടെ ആ വഫാത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുകയാണ്. ഫസമിഅ ഗൈറുഹുൽ ബുകാ ഫീ ഹുജ്റതി അബീ ബക്കർ. എത്രത്തോളം എന്ന് വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് കരഞ്ഞ ആ സ്വഹാബാക്കളുടെ കരച്ചിലുണ്ടല്ലോ, ഏതാനും വീടുകളിൽ താമസിക്കുന്ന സ്വഹാബാക്കൾ കേൾക്കുകയാണ്, സ്വഹാബിയത്ത് കേൾക്കുകയാണ്. അത്രത്തോളം ശബ്ദമുയർത്തിക്കൊണ്ടായിരിക്കും സ്വഹാബാക്കൾ കരഞ്ഞത്. മറ്റുള്ള സ്വഹാബാക്കള് അബൂബക്കർ തങ്ങളുടെയും അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ തടിച്ചുകൂടിയ സ്വഹാബത്തിന്റെയും കരച്ചിൽ കേൾക്കുകയാണ്. വജാഉ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാത്ത, കടന്നു ചെല്ലാത്ത സ്വഹാബത്ത് എന്താണ് സഹോദര ചെയ്തത്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്, ഹബീബായ തങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ലാ നദ്രി മാ ഹാലുൽ സുഹാബ് ഫഇന്നാ സമിഅനാ ബുകാഉഹും യാ ഹബീബല്ലാഹ്. അല്ലയോ പ്രവാചകരെ, അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിരിക്കുന്ന സച്ചരിതരാകുന്ന സ്വഹാബത്തിന്റെ അവസ്ഥ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല പ്രവാചകരെ. ആ വീട്ടിൽ തടിച്ചുകൂടിയ സ്വഹാബത്ത് മുഴുവനും പൊട്ടി പൊട്ടി കരയുകയാണ്. ആ കരച്ചിൽ കേട്ടുകൊണ്ട് കാര്യം പഠിക്കുന്നതിന് വേണ്ടി, അന്വേഷിക്കുന്നതിന് വേണ്ടി അങ്ങയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പ്രവാചകരെ. എന്തു പറ്റിപ്പോയി സ്വഹാബത്തിന്, എന്തു പറ്റിപ്പോയി സ്വഹാബത്തിന്? ഹബീബായ തങ്ങളോട് സച്ചരിതരാകുന്ന സ്വഹാബത്ത് ചോദിക്കുമ്പോൾ, വജാഅൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ അസ്ഹാബ്, കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ഹബീബായ തങ്ങൾ സച്ചരിതരാകുന്ന സ്വഹാബത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അഥവാ അബൂബക്കർ തങ്ങളുടെ പരിശുദ്ധമായ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. കൂട്ടത്തിൽ മറ്റുള്ള സ്വഹാബാക്കളുമുണ്ട്. സഹോദരന്മാരെ, എല്ലാ സ്വഹാബത്തുമായി അബൂബക്കർ തങ്ങളുടെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, മായുഖീകും യാ സ്വഹാബ, അല്ലയോ സ്വഹാബത്തെ, അല്ലയോ സ്വഹാബത്തെ, നിങ്ങൾ എന്തിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് കരയുന്നത്? ദിവസങ്ങളോളം കരഞ്ഞു അബൂബക്കർ തങ്ങളെ. ഈ കരച്ചില് കേട്ടുകൊണ്ട് മറ്റുള്ള സ്വഹാബത്ത് കരയുകയാണ്. കാരണം എന്തേ സ്വഹാബത്തെ? ഹബീബായ തങ്ങൾ ആ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോൾ ഫഖാല അലിയൻ, അലിയാർ തങ്ങൾ മറുപടി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന
അബൂബക്കർ യഖൂൽ പ്രവാചകരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങയെ സംബന്ധിച്ച് ഞങ്ങളോട് പറഞ്ഞു തന്നു. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിനെ അങ്ങയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടു. ഈ ആയത്ത് അങ്ങയുടെ വഫാത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അറിയിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ആയത്താണ്. അബൂബക്കർ തങ്ങൾ പറയുകയാണ്, പ്രവാചകരെ അങ്ങ് വഫാത്താകാൻ പോവുകയാണ്. പ്രവാചകരെ അബൂബക്കർ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നു. പ്രവാചകരെ അലിയാർ തങ്ങൾ പറയുമ്പോൾ ലോകത്തിന്റെ മുത്തേ, ലോകത്തിന്റെ നായക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, ഖദ് സ്വദഖ അബൂബക്കർ, ഖദ് സ്വദഖ അബൂബക്കർ, ഖദ് സ്വദഖ അബൂബക്കർ. 3 പ്രാവശ്യമാണ് സഹോദരാ ഈ പരിശുദ്ധമായ വചനം ഹബീബായ തങ്ങൾ പറഞ്ഞത്. അതിന്റെ പേരിൽ മാത്രമാണ് ഈയുള്ളവൻ 3 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നത്. അബൂബക്കർ തങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അബൂബക്കർ തങ്ങൾ പറഞ്ഞത് വാസ്തവമാണ്. അബൂബക്കർ തങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഖദ് ഖറുബ, ഖദ് ഖറുബ, ഖദ് ഖറുബ തിഹാലി. എന്റെ ആയുസ് ഇതാ അടുത്തിരിക്കുകയാണ്. എന്റെ ആയുസ്, എന്റെ വഫാത്ത് ഇതാ അടുത്തിരിക്കുകയാണ്. സ്വഹാബത്തെ, ഇനി ഒരുപാട് വർഷം, ഇനി ഒരുപാട് കൊല്ലം നിങ്ങളുമായി സഹകരിക്കുവാൻ സാധിക്കുന്നതല്ല സ്വഹാബത്തെ. എന്റെ റബ്ബിനോട് കടന്നു ചെല്ലുവാൻ, എന്റെ റബ്ബിനെ ഒന്ന് കണ്ടുമുട്ടുവാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ് സ്വഹാബത്തെ. എന്റെ വഫാത്തിദാ അടുത്തിരിക്കുകയാണ് സ്വഹാബത്തെ. ഹബീബായ തങ്ങള് സച്ചരിതരാകുന്ന സ്വഹാബത്തിനോട് പ്രതിപാദിക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്. അബൂബക്കർ തങ്ങള് ഹബീബായ തങ്ങളുടെ നാവിൽ തുമ്പിൽ നിന്നും, പരിശുദ്ധമായ നാവിൽ നിന്നും തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ അബൂബക്കർ തങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ് സഹോദരാ, പൊട്ടി പൊട്ടി കരയുകയാണ്. അബൂബക്കർ തങ്ങളുടെ കരച്ചിൽ കേട്ടപ്പോൾ കൂട്ടത്തിലുള്ള സ്വഹാബത്തും കരയുകയാണ്. കരച്ചിലിന്റെ കടുപ്പം ഇനിയും മനസ്സിലാക്കണോ സഹോദരാ. അബൂബക്കർ തങ്ങൾ കരഞ്ഞ് കരഞ്ഞ് തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന്റെ ആഫിയത്ത് പോലും നഷ്ടപ്പെട്ടു പോയി. തങ്ങൾ ധരിച്ചിരുന്ന പരിശുദ്ധമായ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം പോലും നനഞ്ഞു പോയി. അവസാനമായി എന്തു സംഭവിച്ചു സഹോദരി? ശബ്ദം ശ്രവിക്കുന്ന സഹോദരിയൊന്ന് പഠിച്ചുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക. വഖറ അബൂബക്കർ മഗ്ശിയൻ അലൈഹി. പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അബൂബക്കർ തങ്ങൾക്ക്. ബോധം കെട്ടുപോയി, വീണുപോയി. പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ബോധം കെട്ട് വീണു. കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഹബീബായ തങ്ങൾ കടന്നു ചെന്നു. നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് തടകി ബോധം തിരിച്ചു, വീണ്ടും കരച്ചിൽ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുള്ള മറ്റുള്ള സ്വഹാബാക്കളും കരയുകയാണ്. ആരുവരെ കരഞ്ഞു? ഹത്താ ബക്കത്തിൽ ജിബാലു വൽ അഹ്ജാറു വൽ മലായികതു ഫിസ് സമാ وبكت الحيتان وبكت الدود وبكت الحيوان. ഹബീബായ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് തങ്ങൾ പറഞ്ഞപ്പോൾ ആര് കരഞ്ഞു സഹോദരാ? പർവ്വതങ്ങൾ പോലും കരയുകയാണ്. തങ്ങളുടെ വേറുപാടിനെ കുറിച്ച് ഓർത്തുകൊണ്ട് പർവ്വതം പോലും കരയുകയാണ്. കല്ലുകൾ പോലും കരയുകയാണ്. ഈ കല്ലുകൾ കരയുന്നത്, പർവ്വതങ്ങൾ കരയുന്നത് നമുക്ക് കാണാനോ കേൾക്കാനോ സാധിക്കുകയില്ല. വൽ മലായികതു ഫിസ് സമാ.
ആകാശത്തിലുള്ള മലക്കുകൾ പോലും ഹബീബായ തങ്ങളുടെ വേർപാടിനെ കുറിച്ച് വഫാത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുകയാണ്. നിർത്തുന്നില്ല സഹോദരാ. ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ, ആ പ്രാണികൾ പോലും കരയുകയാണ്, മൃഗങ്ങൾ പോലും കരയുകയാണ്, മറ്റുള്ള ഇതര ജീവജാലങ്ങൾ പോലും ഹബീബായ തങ്ങളുടെ ആ വഫാത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ നിന്നും ഹബീബായ തങ്ങളും മടങ്ങിപ്പോയി. ഏത് അവസ്ഥയിലാണ് മടങ്ങിയത്? ثم صافح النبي صلى الله عليه وسلم من كل واحد. എല്ലാ സ്വഹാബാക്കളോടും ഹബീബായ തങ്ങൾ മുസാഫഹത്ത് ചെയ്യുകയാണ്. സംഭവം തന്നെ അത്ഭുതമായ സംഭവം തന്നെ. തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പ് ഹബീബായ തങ്ങൾ എല്ലാ സ്വഹാബാക്കളെയും മുസാഫഹത്ത് ചെയ്യുകയാണ്. മിൻ കുല്ലി വാഹിദിൻ, എല്ലാ സ്വഹാബാക്കളെയും. അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ തടിച്ചുകൂടിയ എത്രത്തോളം സ്വഹാബാക്കളുണ്ടോ ആ സ്വഹാബാക്കളെ മുഴുവനും മുസാഫഹത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഹബീബായ തങ്ങൾ കരഞ്ഞുകൊണ്ട് ഇലാ മൻസിലിഹി വഫാത്തിദ അടുക്കാൻ പോവുകയാണ്. ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഹബീബായ തങ്ങൾ വഫാത്താവുകയാണ്. ഹബീബായ തങ്ങൾ തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ധാരധാരയായി ഒലിക്കുകയാണ്. സഹോദരന്മാരെ, വല്ലാത്ത ദുഃഖത്തിലാണ്, പ്രയാസത്തിലാണ്. ശരീരത്തിൽ വല്ലാതെ ചൂട് അനുഭവപ്പെടുകയാണ്. ശരീരം കിടുകിടാ വിറക്കുകയാണ്. ഹബീബായ തങ്ങള് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. കിടുകിടാ വിറക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകളല്ലേ ആയിഷ ബീവി. ആയിഷ ബീവിയോട് ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, യാ ആയിഷ, അല്ലയോ ആയിഷ, എന്റെ വഫാത്തിദാ അടുത്തിരിക്കുകയാണ്. എന്റെ രോഗം ഇതാ മൂർജിച്ചിരിക്കുകയാണ്. എന്റെ ശരീരത്തിന്റെ ആഫിയത്തിദാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ശരീരം ഇതാ കിടുകിടാ വിറക്കുകയാണ്. കുറച്ചു വെള്ളം എനിക്ക് കൊണ്ടുതരുക. എന്റെ ശരീരത്തിലേക്കൊന്നൊഴിക്കുന്നതിന് വേണ്ടി, ചെറിയ ഒരു കുളി നടത്തുന്നതിന് വേണ്ടി കുറച്ചു വെള്ളം കൊണ്ടുതരുക. ഒരു പാത്രത്തിൽ കുറച്ചു വെള്ളം കൊണ്ടുതരുക. ആയിഷയോടും മറ്റുള്ള ഭാര്യമാരോടും പറയുകയാണ്, മറ്റുള്ള സ്വഹാബാക്കളോടും പറയുകയാണ്. ഹബീബായ തങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു പാത്രത്തിൽ കുറച്ചു വെള്ളം കൊണ്ടു കൊടുത്തു. സഹോദരന്മാരെ, ഹബീബായ തങ്ങൾക്ക് സ്വന്തമായി കുളിക്കാൻ സാധിക്കുന്നില്ല. സ്വന്തമായി വെള്ളം പരിശുദ്ധമായ ശരീരത്തിലേക്ക് ഒഴിക്കുവാൻ സാധിക്കുന്നില്ല. കൈ വിറയ്ക്കുകയാണ്. കയ്യിൽ നിന്നും പാത്രം താഴേക്ക് വീഴുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ഈ ഭാഗ്യം കിട്ടിയത് ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയാണ്. ഹബീബായ തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ടുമുമ്പ് കുളിപ്പിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയ മഹദിയാണ് സഹോദരി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവി കുളിപ്പിക്കുകയാണ് സഹോദരാ. ആയിഷ ബീവി കുളിപ്പിച്ചു. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, എനിക്ക് പള്ളിയിലേക്ക് കടന്നു പോകണം. സഹാബത്ത് പറഞ്ഞു, വേണ്ട പ്രവാചകരെ, വേണ്ട പ്രവാചകരെ, ഇപ്പോൾ ഈ ഭവനത്തിൽ തന്നെ ഇരിക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കുക. ഹബീബായ തങ്ങൾ ചെയ്തത് എന്താ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി ഒന്ന് ചിന്തിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഹബീബായ തങ്ങള് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിലേക്ക് തലയെ ചായ്ക്കുകയാണ്. അവിടുത്തവരുടെ പരിശുദ്ധമായ നെഞ്ചിന്റെ ഭാഗത്തേക്ക്, ആരുടെ? ആയിഷ ബീവിയുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക്
ഹബീബായ തങ്ങൾ ചാരി കിടക്കുകയാണ്. ഹബീബായ തങ്ങള് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്നപ്പോൾ ബോധം കെട്ടുപോയി, ബോധരഹിതരായി പോയി. ഹബീബായ തങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ, ശരീരത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ, പ്രിയ പത്നിയാകുന്ന ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുത്തവരുടെ ഭാര്യമാരോട്, മറ്റുള്ള സ്വഹാബത്തിനോട് പറയുകയാണ്, തദഊനഹു ബിശ്ശിഫാ. ലയോ സ്വഹാബത്തേ, ഹബീബായ തങ്ങളുടെ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആയിഷ ബീവി വസിയത്ത് ചെയ്യുകയാണ്, ഹബീബായ തങ്ങളുടെ രോഗം ശമനപ്പെടുന്നതിന് വേണ്ടി, ശിഫാ ആകുന്നതിന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. സ്വഹാബത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഹബീബായ തങ്ങളുടെ രോഗം മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക സ്വഹാബത്തെ എന്ന് പറയുമ്പോൾ സ്വഹാബത്ത് മുഴുവനും ഇതാ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പടച്ച തമ്പുരാനെ, പടച്ച തമ്പുരാനെ, ഹബീബായ തങ്ങളുടെ ശരീരത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദുആഇനെ സ്വീകരിച്ചു, അല്ലാഹു സ്വീകരിച്ചു, ബോധം തിരിച്ചു കൊടുത്തു. സഹോദരാ, ഹബീബായ തങ്ങൾ എന്താണ് ചെയ്തത്? തങ്ങൾ വീണ്ടും പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വഹാബാക്കളുടെ സപ്പോർട്ടോടുകൂടി, സ്വഹാബാക്കളുടെ ആശ്രയപ്രകാരം ഹബീബായ തങ്ങള് വീണ്ടും പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിനെ സ്തുതിച്ചു, അല്ലാഹുവിനെ പ്രകീർത്തിച്ചു, പ്രസംഗം വീണ്ടും ആരംഭിച്ചു. വഫാത്തിന് തൊട്ടുമുമ്പുള്ള ഒരു പ്രസംഗമാണ് പറയാൻ പോകുന്നത്. വീണ്ടും പ്രസംഗം ആരംഭിച്ചു. സഹോദരാ, ഹബീബായ തങ്ങൾ പ്രസംഗത്തിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞ വാക്കെന്താണ്? യാ സ്വഹാബാ ഇന്നകും തഖാഫൂൻ മിൻ മൗതി നബിയികും ഫഇന്നി ലാഹിഖും ബി فإني لاحق بربي فإنكم لاحقون بي. തങ്ങൾ പറഞ്ഞതാണ്, ഉപദേശമാണ്. സ്വഹാബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ബോധം തിരിച്ചു കിട്ടിയ ആ സന്ദർഭത്തിൽ പോലും ഒരു നിമിഷം പോലും ഹബീബായ തങ്ങൾ വീട്ടിൽ നിന്നില്ല. പെട്ടെന്ന് മദീനത്തെ പള്ളിയിലേക്ക് പ്രവേശിച്ചു, മിമ്പറിന്റെ അരികിലേക്ക് നിന്നു. ആദ്യ പ്രാവശ്യം ഒന്ന് നിന്നപ്പോൾ ശരീരം വിറക്കാൻ തുടങ്ങി. മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിൽ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഹബീബായ തങ്ങൾ ഇരുന്നു കൊണ്ട് പ്രഭാഷണം നടത്തുകയാണ്. യാ സ്വഹാബാ, അല്ലയോ സ്വഹാബത്തേ, ഫഇന്നി ലാഹിഖും ബിറബ്ബി, എന്റെ റബ്ബിനെ കണ്ടുമുട്ടുവാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. വഇന്നകും തഖാഫൂന മിൻ മൗതി നബിയികും, നിങ്ങളുടെ നബിയാകുന്ന എന്റെ വഫാത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ്, വല്ലാതെ ദുഃഖിക്കുകയാണ്. സ്വഹാബത്തെ, നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഫഇന്നകും ലാഹിഖൂന ബി, തീർച്ചയായും നിങ്ങൾ ഒരു സന്ദർഭത്തിൽ ഞാനുമായി സഹകരിക്കുന്നതാണ്. എന്റെ ശരീരം മാത്രമേ ഈ ദുനിയാവിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്നുള്ളൂ. എന്റെ ശരീരം മാത്രമാണ് പിരിഞ്ഞു പോകുന്നത്. ഇങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ സ്വഹാബത്തെ, തീർച്ചയായും ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുമായി സഹകരിക്കുന്നതാണ്, സംബന്ധിക്കുന്നതാണ്, സ്നേഹത്തോടുകൂടി
സംസാരിക്കുന്നതാണ്. അത് ഖിയാമത്തിന്റെ വേളയാണ് സ്വഹാബത്തെ, അത് ഖിയാമത്തിന്റെ സന്ദർഭമാണ് സ്വഹാബത്തെ. തീർച്ചയായും ഞാൻ വഫാത്താകുന്നതാണ്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല സ്വഹാബത്തെ. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ നിന്നും കടന്ന് ഹബീബായ തങ്ങൾ മദീന പള്ളിയുടെ മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വന്നിരുന്നു. അതിനുശേഷം പറഞ്ഞു കൊടുത്ത വാക്കാണ്, തീർച്ചയായും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ എന്റെ റബ്ബിലേക്ക് കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 3 ഉപദേശം ഞാൻ നൽകാൻ പോകുകയാണ്. എത്ര ഉപദേശമാണ്? 3 ഉപദേശം. അത് അവസാനത്തെ ഉപദേശമാണ്. ഇതിനു ശേഷം വആഖിറു ഖുതുബത്തിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ അവസാനത്തെ ഉപദേശമാണ്. ആ ഉപദേശത്തിൽ 3 വിഷയമാണ് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഒന്നാമതായി പ്രതിപാദിച്ചത് യാ സ്വഹാബാ, അല്ലയോ സ്വഹാബത്തെ, ഊസീകും ബിതഖ്വല്ലാഹ്, നിങ്ങൾ തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കുക, ഭയഭക്തിയുള്ള ജീവിതം നയിക്കുക, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുക. എന്ന് വെച്ചാൽ എന്താണ്? ദുനിയാവിന്റെ പിറകെ പോകുവാൻ പാടില്ല, ദുനിയാവിൽ മുഴുകി പോകുവാൻ പാടില്ല, സമ്പത്തിൽ മുഴുകി പോകുവാൻ പാടില്ല. അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതം നിങ്ങൾ നയിക്കുക സ്വഹാബത്തെ. എന്റെ ആദ്യത്തെ ഉപദേശം ഇതാണ്, അല്ലാഹുവിനെ ത്വാഅത്ത് ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുക. അല്ലാഹു തആല എത്രയെത്രയോ കാര്യങ്ങളാണ് സ്വഹാബത്തെ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. ആ കൽപ്പന ക്രിയകളെ ആത്മാർത്ഥമായ അവസ്ഥയിൽ പ്രവർത്തിച്ചു കൊള്ളുക, തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കുകയും നമസ്കാരം നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കുകയും ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുകയും ഒരുപാട് സമ്പത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ആ സമ്പത്തിനെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ചിലവഴിച്ചുകൊണ്ടുള്ള, ദീനിന്റെ മാർഗത്തിലേക്ക്, പാവപ്പെട്ട വിഭാഗത്തിലേക്ക് ചിലവഴിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുക സ്വഹാബത്തെ, ജീവിതം നിങ്ങൾ നയിക്കുക സ്വഹാബത്തെ. രണ്ടാമതായി പറഞ്ഞു കൊടുത്ത കാര്യമെന്താ? തഖ്വയും ത്വാഅത്തും ഒരു വിഷയമായി ഹബീബായ തങ്ങൾ പ്രതിപാദിച്ചു. രണ്ടാമതായി പ്രതിപാദിച്ച വിഷയമെന്താ? യാ സ്വഹാബാ, ശത്രുവിഭാഗത്തിന്റെ കടുത്ത ശത്രുതയിൽ നിന്നും കടുത്ത പ്രവർത്തനത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം പരിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും സഹായിച്ചത്, നിങ്ങളെയും എന്നെയും സ്വീകരിച്ചത് അൻസ്വാരികളാകുന്ന സ്വഹാബത്താണ്. അൻസ്വാരികളാകുന്ന സ്വഹാബാക്കൾ നിങ്ങൾക്ക് ഭവനം തന്നു, സ്വീകരിച്ചു, ഭക്ഷണം തന്നു, പാനീയം തന്നു, പല വസ്തുക്കളും നിങ്ങൾക്ക് അൻസ്വാരികളാകുന്ന സ്വഹാബാക്കൾ നൽകിയിരിക്കുകയാണ്. ഇത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി അൻസ്വാരികളാകുന്ന സ്വഹാബാക്കൾ നിങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്വഹാബാ തുഹ്സിനൂ ഇലൈഹിം, തങ്ങളുടെ സ്നേഹമെന്ന് ആലോചിച്ച് നോക്കിയേ. എന്ന് വെച്ചാൽ ഒരു നന്മ ഒരു വ്യക്തി ചെയ്തു തന്നാൽ അതിന് നന്ദി പ്രകടിപ്പിക്കണം. പിന്നെ ഏതൊരു വ്യക്തിയാണോ നന്മ ചെയ്തു തന്നത് പിന്നീട് ആ വ്യക്തിയെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാൻ പാടില്ല, നന്ദി കാണിക്കണം, ആ വ്യക്തിയുമായി സഹകരിക്കണം, സ്നേഹബന്ധം പുലർത്തണം. നന്മ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ഒരു 100 രൂപ, ഒരു 1000 രൂപ ഒരു വ്യക്തി പാവപ്പെട്ട മനുഷ്യന് കൊടുത്തുവെങ്കിൽ പിന്നീട് ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ പോയി കണ്ട് സലാം പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കുക, സഹകരിക്കുക. ഇതാണ് നന്ദി.
ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് നന്മകൾ അൻസ്വാരികളാകുന്ന സ്വഹാബാക്കള് നിങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുക, അവരോട് സ്നേഹത്തോടുകൂടി സഹകരിക്കുക, സന്തോഷത്തോടുകൂടി സഹകരിക്കുക സ്വഹാബത്തെ. മൂന്നാമതായി പറഞ്ഞതെന്താ? ചുരുക്കി പറയുകയാണ്. മൂന്നാമതായി പറഞ്ഞു, മുഹാജിരീങ്ങളാകുന്ന സ്വഹാബാക്കളെ കുറിച്ച് അവർ സ്നേഹത്തിന്റെ നിറകുടമായിരുന്നു, അവർ വാത്സല്യത്തിന്റെ നിറകുടമായിരുന്നു. അൻസ്വാരികളാകുന്ന സ്വഹാബാക്കളെ എപ്രകാരമാണോ സ്നേഹിക്കേണ്ടിയുള്ളത് അതേ അവസ്ഥയിൽ മുഹാജിരീങ്ങളാകുന്ന സ്വഹാബാക്കളെയും നിങ്ങൾ സ്നേഹിക്കണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം എന്താണ് സഹോദരാ ഹബീബായ തങ്ങൾ പറഞ്ഞത്? വഇന്ന മൗഇദകുമുൽ ഹൗദ്. ഞാൻ ഈ ലോകത്തിൽ നിന്നും വിട പറയുമ്പോൾ ഖിയാമത്തിന്റെ വേളയിൽ നിങ്ങൾ ഞാനുമായി സഹകരിക്കുവാൻ പര്യാപ്തമായ അവസ്ഥയിലുള്ള ഒരു ഭാഗം അത് ഹൗദുൽ കൗസറാണ്. ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണ്, കേവലം ഈ ശരീരം മാത്രമാണ് പിരിഞ്ഞു പോകുന്നത്. തീർത്തും ഈ ശരീരത്തെ നിങ്ങൾക്ക് പരിശുദ്ധമായ ഹൗദുൽ കൗസറിന്റെ അരികിൽ വെച്ച് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നാ അഅ്തൈനാകൽ കൗസർ. തീർച്ചയായും താങ്കൾക്ക് പരിശുദ്ധമായ ഹൗദുൽ കൗസറിനെ നൽകി. ആ പരിശുദ്ധമായ ഹൗദുൽ കൗസർ എന്നെ കണ്ടുമുട്ടുവാനുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും കണ്ടുമുട്ടാൻ സാധിക്കുകയാണ്. ഫമൻ കാന മിൻകും അയ്യറുദ്ദഹു അലയ്യ വദാ. അതുകൊണ്ട് സ്വഹാബത്തെ ആ ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞാനുമായി സംസാരിക്കുവാൻ, ഞാനുമായി സ്നേഹത്തിൽ ബന്ധപ്പെടുവാൻ, ആ ഹൗദുൽ കൗസറിൽ നിന്നും കുടിക്കുവാൻ നിങ്ങളിൽ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്വഹാബത്തെ ഫൽയകുഫു യദഹു വലിസാനഹു. ഭയങ്കര ഉപദേശം. ഹൗദുൽ കൗസർ കുടിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യം? ആർക്കാ താല്പര്യം ഇല്ലാത്ത ഉണ്ടോ? ആർക്കും ഇല്ല താല്പര്യം. കുടിക്കാതിരിക്കാൻ എല്ലാവരും കുടിക്കാനാണ് താല്പര്യം. എല്ലാവർക്കും അടിമകളാകുന്ന മുഴുവൻ വിഭാഗത്തിനും, സൃഷ്ടികളാകുന്ന മുഴുവൻ വിഭാഗത്തിനും ഹൗദുൽ കൗസറിൽ നിന്നും കുടിക്കുവാനാണ് ആഗ്രഹം. ഇപ്രകാരമുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ, താല്പര്യമുണ്ട് എങ്കിൽ, ഇഷ്ടമുണ്ട് എങ്കിൽ ഹബീബായ തങ്ങളുടെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാനത്തെ വാക്കിലൂടെ ഹബീബായ തങ്ങൾ പറഞ്ഞു തരുകയാണ്, ഫൽയകുഫു ലിസാനഹു ഫൽയകുഫു യദഹു വലിസാനഹു. ചെയ്യണം. എന്താണ് സഹോദര ചെയ്യേണ്ടിയുള്ളത്? ഏത് സൽക്കർമ്മമാണ് നിർവഹിക്കേണ്ടിയുള്ളത്? കയ്യിനെ സൂക്ഷിച്ചു കൊള്ളണം. യദഹു, കയ്യിനെ സൂക്ഷിച്ചു കൊള്ളണം. ഹറാമിയത്ത് ഒരു കാരണവശാലും ഹറാമിയത്തിനെ ഈ കൈ കൊണ്ട് പിടിക്കുവാൻ പാടില്ല. ഹറാമിയത്ത് കൊടുക്കുവാൻ പാടില്ല. ഹറാമിയത്ത് ഭക്ഷിക്കുവാൻ പാടില്ല. ചുരുക്കി പറയുന്നു, വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൈകൊണ്ട് ഹറാമിയത്ത് പിടിക്കാൻ പാടില്ല, ഭക്ഷിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് സഹോദര? പലിശ മേടിക്കാൻ പാടില്ല, പലിശ കൊടുക്കാൻ പാടില്ല, പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല, അപഹരിക്കപ്പെട്ട വസ്തു ഒന്നിനെയും എടുക്കാൻ പാടില്ല. അനുവാദമില്ലാത്ത അവസ്ഥയിലുള്ള ഒരു വസ്തുവിനെയും നിങ്ങൾ ഈ കൈ കൊണ്ട് സ്പർശിക്കാൻ പാടില്ല. സ്വഹാബത്തെ വലിസാനഹു, നാവിനെ
വാക്കിനെയും സൂക്ഷിക്കണം. സമയം അധികരിക്കുകയാണ്. ഇനി വഫാത്തിത നടക്കാൻ പോകുന്നു. പ്രസംഗം കഴിഞ്ഞ ഉടനെ വഫാത്താണ് സഹോദര. അത്ഭുതകരമായ രംഗമാണ്. നാവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുകയാണ് എങ്കിൽ തീർച്ചയായും എന്റെ ഈ പരിശുദ്ധമായ കരം കൊണ്ട് ഔദുൽ കൗസർ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. പരദൂഷണം പറയാൻ പാടില്ല സ്വഹാബത്തെ, ഏഷണി പറയാൻ പാടില്ല സ്വഹാബത്തെ, ഗീബത്ത് പറയാൻ പാടില്ല. ആരെ സംബന്ധിച്ചും വേണ്ടാത്ത ഒരു വാക്കും പറയാൻ പാടില്ല. തന്റെ മനസ്സിന് വിഷമമുണ്ടാകുന്ന അവസ്ഥയിലുള്ള ഒരു വാക്കു പോലും പറയാൻ പാടില്ല സ്വഹാബത്തെ. ആക്ഷേപത്തിന്റെ വാക്കുകൾ പറയാൻ പാടില്ല സ്വഹാബത്തെ. ആക്ഷേപിച്ചുകൊണ്ട് ആരോടും സംസാരിക്കാൻ പാടില്ല സ്വഹാബത്തെ. ഹറാമിയത്തിന്റെ വേണ്ടാത്ത വെറുക്കപ്പെട്ട വാക്കുകൾ ഒന്നും തന്നെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. നാവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുകയാണ് എങ്കിൽ സഹോദരി ഔദുൽ കൗസർ പരിശുദ്ധമായ കരം കൊണ്ട് ഹബീബായ തങ്ങൾ നൽകുന്നതാണ് എന്ന് ഹബീബായ തങ്ങള് സാരസമ്പൂർണമായ സതുപദേശത്തിന്റെ അവസാന സന്ദർഭത്തിൽ അവസാന ഭാഗത്തിൽ സച്ചരിതരാകുന്ന സ്വഹാബത്തിനോട് പറയുമ്പോൾ ഇന്നിന്റെ സമുദായത്തിൽപ്പെട്ട സഹോദര സഹോദരി നാം നാവിനെ സൂക്ഷിക്കുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും ഔദുൽ കൗസർ കുടിക്കാൻ അതിയായ താല്പര്യമാണ്, അതിയായ ഇഷ്ടമാണ്. നമസ്കരിക്കുന്നു, മറ്റുള്ള സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്നു. പിന്നീട് എന്താണ് ചെയ്യുന്നത്? വേണ്ടാത്ത വാക്കുകൾ, ആവശ്യമില്ലാത്ത വാക്കുകൾ, കുടുംബത്തിൽപ്പെട്ട ഇന്നാലിന്ന വ്യക്തിയെ സംബന്ധിച്ച്, അയൽവാസികളിൽപ്പെട്ട ഇന്നാലിന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയുകയല്ലേ? ഏഷണിയും പരദൂഷണവും പറയുകയല്ലേ? സൽക്കർമ്മങ്ങൾ മുഴുവനും നശിച്ചു പോവുകയാണ്. എല്ലാ സൽക്കർമ്മങ്ങളും ബാത്തിലായി പോവുകയാണ് സഹോദര. ഔദുൽ കൗസർ കുടിക്കാൻ പറ്റൂല. ഔദുൽ കൗസർ കുടിക്കണമെങ്കിൽ ഹബീബായ തങ്ങൾ കോരിത്തരണമെങ്കിൽ ഫൽയകുഫു യദഹു വലിസാനഹു, നാവിനെയും കയ്യിനെയും തടുത്തുകൊള്ളുക, ഹറാമിയത്തിനെ തൊട്ട് സൂക്ഷിച്ചു കൊള്ളുക എന്ന് വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രസംഗം അവിടെ പൂർത്തീകരിച്ചു. ഹബീബായ തങ്ങൾ ബോധം കെട്ടു വീഴുകയാണ്. എവിടെയാണ് സഹോദര ബോധം കെട്ടു വീഴുന്നത്? പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ അരികിലാണ് ബോധം കെട്ടു വീണത് സഹോദര. പാതിരാവിന്റെ നിശബ്ദതയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇശാഇന് ശേഷം ഇശാഇന്റെയും സുബഹിയുടെയും ഇടയിലുള്ള ഒരു സമയത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പരിശുദ്ധമായ ചരിത്രം പഠിപ്പിക്കുമ്പോൾ, പരിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഹബീബായ തങ്ങൾ ആ മിമ്പറിന്റെ അരികിൽ ബോധം കെട്ടു വീഴുകയാണ്, ബോധരഹിതരായി വീഴുകയാണ്. ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ സച്ചരിതരാകുന്ന സ്വഹാബത്ത് തുടങ്ങുമ്പോൾ ബോധം തിരിച്ചു കിട്ടി സഹോദര. ഹബീബായ തങ്ങളെ സ്വഹാബാക്കൾ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ഒരു ഹദീസാണ്. മറ്റൊരു ഹദീസിലൂടെ പ്രതിപാദിക്കുന്ന വിഷയം വേറെയാണ്. സ്വഹാബാക്കൾ പിടിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസല്ല ഞാൻ പ്രതിപാദിക്കുന്നത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല പല ഹദീസുകളാണ്, പല പല അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ആ ഹദീസല്ല, നമസ്കാരവുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി ഹബീബായ തങ്ങളെ സച്ചരിതരാകുന്ന സ്വഹാബത്ത് പിടിച്ചുകൊണ്ടുവന്നു. ആ ഹദീസല്ല ഞാൻ പ്രതിപാദിക്കുന്നത്, മറ്റൊരു ഹദീസാണ് പ്രതിപാദിക്കുന്നത്. ഹബീബായ തങ്ങളെ സച്ചരിതരാകുന്ന സ്വഹാബത്ത് പിടിച്ച് ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു. ഹബീബായ തങ്ങളുടെ വീടും മദീനത്തെ പള്ളിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു, ചേർന്ന് കിടക്കുകയാണ്. തങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു വാതിൽ മാത്രമാണ് പരിശുദ്ധമായ മദീനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ളത്. വാതിൽ കടന്നാൽ ഹബീബായ തങ്ങളുടെ വീടാണ്. ഇത് ഹബീബായ തങ്ങളുടെ വീടല്ല, മറിച്ച് ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്. ഹബീബായ തങ്ങൾക്ക് വീടില്ല സഹോദര, വസ്തുവില്ല സഹോദര,
ഒന്നുമില്ല സഹോദരാ. ഒന്ന് ആലോചിച്ചു നോക്കുക, ലോകത്തിന്റെ നായകന്റെ ജീവിതത്തിന്റെ ശൈലിയല്ലേ സഹോദരാ. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആയിഷ ബീവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആയിഷ ബീവിയോട് ഹബീബായ തങ്ങൾ പറയുകയാണ്, യാ ആയിഷ, അല്ലയോ ആയിഷ, എന്റെ ശരീരത്തിന്റെ ആഫിയത്ത് മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്ന് കിടക്കണം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹബീബായ തങ്ങളെ കിടത്തി. ഏത് ഭാഗത്താണ് കിടത്തിയത്? കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞതുപോലെ പരിശുദ്ധമായ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചായ്ച്ചു കിടത്തി മെല്ലെയൊന്ന് കിടത്തുകയാണ്. ഹബീബായ തങ്ങൾക്ക് ചുംബനം നൽകുകയാണ്. ഇത് ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? മറ്റുള്ള ഭാര്യമാർക്ക് ലഭിക്കാത്ത അനുഗ്രഹമാണ്. ഹബീബായ തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ, വഫാത്തിനോടടുത്ത സന്ദർഭത്തിൽ ആയിഷ ബീവിയുടെ മടിത്തട്ടിലും ആയിഷ ബീവിയുടെ പരിശുദ്ധമായ നെഞ്ചിന്റെ ഭാഗത്തിലുമായിരുന്നു വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നത്. ചാരി കിടക്കുകയാണ്. ഹബീബായ തങ്ങൾ ചാരി കിടക്കുകയാണ്. ചുറ്റുഭാഗത്തിലും മറ്റുള്ള സ്വഹാബാക്കളുണ്ട്, മറ്റുള്ള ഭാര്യമാരുണ്ട്. അബൂബക്കർ തങ്ങൾ ആ സന്ദർഭത്തിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ സന്ദർഭത്തിൽ ആയിഷ ബീവിയുടെ അടുക്കലില്ലായിരുന്നു, ഹബീബായ തങ്ങളുടെ അടുക്കലില്ലായിരുന്നു. ഈ രണ്ട് സ്വഹാബാക്കൾ ഒഴിച്ച് ബാക്കിയുള്ള സ്വഹാബാക്കൾ മുഴുവനും ആ വീട്ടിൽ എത്രത്തോളം സ്വഹാബാക്കൾ കൊള്ളുമോ അത്രത്തോളം സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. പരിശുദ്ധമായ ചരിത്രം പഠിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങൾ ആയിഷ ബീവിയുടെ നെഞ്ചിന്റെ ഭാഗത്ത് കിടക്കുമ്പോൾ ദഖല അബ്ദുറഹ്മാൻ, ഇത് ഇമാം ബുഖാരിയുടെ ഹദീസാണ് സഹോദരാ. സഹീഹുൽ ബുഖാരിയിൽ അഫ്ളലുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, സഹീഹുൽ ബുഖാരി എന്ന് പ്രതിപാദിക്കുമ്പോൾ ശുദ്ധമായ ഖുർആനിന് ശേഷം ലോകം അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. എല്ലാ വിഭാഗക്കാരും അംഗീകരിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധമായ സഹീഹുൽ ബുഖാരി. ഈ സഹീഹുൽ ബുഖാരിയിലൂടെ പ്രതിപാദിച്ച ഹദീസാണ്. ഹബീബായ തങ്ങൾ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളുടെ രോഗം തിരക്കുന്നതിന് വേണ്ടി, രോഗസന്ദർശനത്തിന് വേണ്ടി കടന്നു വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ ആയിഷ ബീവിയെ ഹബീബായ തങ്ങളെ കാണുന്നതിന് വേണ്ടി കടന്നു വന്നു. ശരീരത്തിന്റെ ആഫിയത്ത് നഷ്ടപ്പെട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിന്റെ ഭാഗത്തിൽ ഇങ്ങനെ ചാരി കിടക്കുകയാണ്. വബിയദിഹി സിവാക്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഒരു അത്ഭുതമായ ആശ്ചര്യമുള്ള ഒരു ഹദീസാണ് സഹോദരാ. ഈ ഹദീസ് ഹൃദയത്തിൽ തട്ടുന്ന ഒരു ഹദീസാണ്, വിഷമിക്കേണ്ട ഒരു ഹദീസാണ്. ഹബീബായ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഒരു സിവാക് എന്ന് വെച്ചാൽ, സിവാക് ഇസ്വാക്, പല്ലു തേക്കുവാൻ ഉപയോഗിക്കുന്ന ബ്രഷ്, പറഞ്ഞൊരു ബ്രഷ്. ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ബ്രഷ് അല്ല, പിന്നെ ഒരു തടി, ഇസ്വാക്, ചെറിയ ഒരു തടി. അതുകൊണ്ടാണ് സ്വഹാബാക്കളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പല്ലു തേച്ചിരുന്നത്. ഈ ചെറിയ ഒരു മിസ്വാക്കുമായി അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളിലേക്ക് കടന്നു വരികയാണ്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലിരിക്കുന്ന ഈ മിസ്വാക്ക് ലോകത്തിന്റെ നായകൻ കണ്ടപ്പോൾ, ലോകത്തിന്റെ നായകൻ കണ്ടപ്പോൾ സംസാരിക്കുവാൻ പറ്റുന്നില്ല. സഹോദരാ, ആ മിസ്വാക്കിങ് തരുക, ഞാനൊന്ന് പല്ലു തേക്കട്ടെ, ഞാൻ എന്റെ
എന്റെ പരിശുദ്ധമായ വായിനെ ഒന്ന് ശുദ്ധീകരിക്കട്ടെ. പറയുവാൻ പറ്റുന്നില്ല, നാവ് കുഴഞ്ഞു വരികയാണ്. മരണമാസന്നമായി കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ 4 ഭാഗത്തും തന്റെ കുടുംബാദികൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ സംസാരിക്കുന്ന പ്രശ്നമേയില്ല, സംസാരിക്കുകയില്ല. സ്വന്തം മകനെ കണ്ടാലും ഭാര്യയെ കണ്ടാലും മാതാപിതാക്കളെ കണ്ടാലും കുടുംബത്തിൽപ്പെട്ടവരെ കണ്ടാലും സംസാരിക്കുകയില്ല. സഹോദരാ, എന്തിന്റെ പേരിലാണ് സംസാരിക്കാത്തത്? തന്റെ നാവിനുള്ള ശക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചിരിക്കുകയാണ്. നാവ് കുഴഞ്ഞു വരികയാണ്, നാവ് തളർന്നു വരികയാണ്, നാവ് കിടുകിടാ വിറക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല. അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്ന ആ മിസ്വാക്കിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഫഅറഫ്തു അന്നഹു യുഹിബ്ബു സിവാക്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, ഈ മിസ്വാക്ക് ഹബീബായ തങ്ങൾക്ക് താല്പര്യമുണ്ട്, മിസ്വാക്ക് ചെയ്യണം, പല്ല് ശുദ്ധീകരിക്കണം, താല്പര്യമുണ്ട് എന്ന്, ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി. ചോദിച്ചു, ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആഖിറുഹു ലക യാ റസൂലല്ലാഹ്, ലോ പ്രവാചകരേ, ഈ മിസ്വാക്ക് ഞാൻ മേടിച്ചു തരട്ടെയോ? അങ്ങേക്ക് ഞാൻ മേടിച്ചു തരട്ടെയോ പ്രവാചകരേ? ഹബീബായ തങ്ങൾ ആയിഷ ബീവിയുടെ നെഞ്ചിന്റെ ഭാഗത്ത് ചാരിക്കിടക്കുകയാണ്, തലയെ ചായിച്ചു വെച്ചിരിക്കുകയാണ്. ഹബീബായ തങ്ങളോട് ചോദിച്ചു, ഈ മിസ്വാക്കിനെ ഞാനൊന്ന് മേടിച്ചു തരട്ടെയോ? ഫഖാൽ ഫഅശാറ ബിറഅസിഹി ബിനഅം. പടച്ചവനെ, രംഗമൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ മിസ്വാക്കിനെ അങ്ങേക്ക് ഞാൻ മേടിച്ചു തരട്ടെയോ എന്ന് പ്രിയ പത്നിയാകുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോൾ മേടിച്ചു തരുക എന്ന് ഹബീബായ തങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നില്ല. തലകൊണ്ട് സൂചന നൽകുകയാണ്, തലകൊണ്ട് സൂചന നൽകുകയാണ്. തലയുടെ ഭാഗത്ത് ചെറുതായി ഒന്ന് ചലിപ്പിക്കുകയാണ്. സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാകുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യുന്നത് എന്താണ്? തലയെ ചെറുതായി ചലിപ്പിക്കുകയാണ്. എന്നതുപോലെ ഹബീബായ തങ്ങളെ പരിശുദ്ധമായ തല കൊണ്ട് സൂചന കാട്ടുകയാണ്, തലയെ ചെറുതായി ചലിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ നിന്നും ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മിസ്വാക്ക് മേടിച്ചു ഹബീബായ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. ഹബീബായ തങ്ങളുടെ കയ്യിൽ കൊടുത്തു, മിസ്വാക്കിനെ കൊടുത്തു. പക്ഷേ പിടിക്കുവാൻ സാധിച്ചില്ല. സഹോദരാ, ഈ മിസ്വാക്ക് താഴേക്ക് വീഴുകയാണ്. ഇത് അത്ഭുതകരമായ രംഗമല്ലേ? കേവലം 5 ഗ്രാം ഉൾക്കൊള്ളുന്ന 5 ഗ്രാം ഉൾക്കൊള്ളുന്ന ഈ മിസ്വാക്ക് പോലും പോകട്ടെ 50 ഗ്രാം തൂക്കമുള്ള ഈ മിസ്വാക്ക് പോലും ഹബീബായ തങ്ങൾക്ക് പിടിക്കുവാൻ സാധിക്കുന്നില്ല. തങ്ങളുടെ കയ്യിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഈ മിസ്വാക്കിനെ എടുക്കുകയാണ്. തന്റെ പരിശുദ്ധമായ വാ കൊണ്ട് ഈ മിസ്വാക്കിനെ ചതയ്ക്കുകയാണ്, കടിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഹബീബായ തങ്ങൾക്ക് പല്ല് തേപ്പിച്ചു കൊടുക്കുന്നു. ഏറ്റവും വലിയ അനുഗ്രഹം ആയിഷ ബീവിക്ക് കിട്ടി. റളിയല്ലാഹു അൻഹ പല്ല് തേപ്പിച്ചു കൊടുത്തു. പല്ല് മുഴുവൻ തേപ്പിച്ചു, മിസ്വാക്ക് ചെയ്തു കൊടുത്തു ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഇതാണ് ആയിഷ ബീവി പറഞ്ഞത്, ഇന്ന മിൻ നിഅമില്ലാഹി തആല
قد توفي رسول الله صلى الله عليه وسلم في يومي ونحري وبين صدري ونحري وأن الله جمع بين ريقي وريقه عند موته أو كما قال. ആയിഷ ബീവി പറഞ്ഞില്ലേ, അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി. ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഹബീബായ തങ്ങൾ വഫാത്തായത് എന്റെ ഭവനത്തിൽ വെച്ചാണ്, എന്റെ വീട്ടിൽ വെച്ചാണ്, എന്റെ മടിത്തട്ടിൽ വെച്ചാണ്, എന്റെ നെഞ്ചിന്റെ ഭാഗത്തിൽ വെച്ചാണ്. മാത്രമല്ല വഅന്നല്ലാഹ ജമഅ ബൈന റീഖി വറീഖിഹി ഇൻദ മൗതിഹി. ഹബീബായ തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ ആ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നും നിർഗളിച്ച വിയർപ്പ് തുള്ളിയുണ്ടല്ലോ, ആ വിയർപ്പിന്റെ തുള്ളിയും എന്റെ വിയർപ്പിന്റെ തുള്ളിയും പരസ്പരം ഒരുമിച്ച് കൂടിയെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഇത് എനിക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉദാത്തമായ അനുഗ്രഹമാണ്, ഏറ്റവും ഉത്തമമായ അനുഗ്രഹമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങൾക്ക് പല്ല് തേപ്പിച്ചു കൊടുക്കുന്നു, മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാണ്. ഉടൻ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു കുറച്ച് വെള്ളം കൊണ്ടുവരികയാണ്. ആ വെള്ളം ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിന്റെ അരികിൽ വെക്കുകയാണ്, വലതുഭാഗത്തിൽ വെക്കുകയാണ്. ഫഅദ്ഖല യദഹു ഫിൽ മാഅ വയംസഹു ബിഹി വയംസഹു വജ്ഹഹു. ഹബീബായ തങ്ങൾ ആ പാത്രത്തിലേക്ക് തങ്ങളുടെ പരിശുദ്ധമായ കരത്തെ പ്രവേശിപ്പിച്ചു. വിറച്ചുകൊണ്ടാണ് പ്രവേശിപ്പിക്കുന്നത്. പാത്രത്തിന്റെ ഉള്ളിലേക്ക് കരം പ്രവേശിപ്പിച്ചു, കയ്യിനെ പ്രവേശിപ്പിച്ചു, വെള്ളമെടുത്തു. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മുഖം തടവുകയാണ്, വിറച്ചുകൊണ്ട് തടവുകയാണ്. സഹോദരാ, വഹുവ യഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഖം തടവുകയാണ്. തടകിയതിനു ശേഷം ഹബീബായ തങ്ങള് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിർ റഫീഖിൽ അഅ്ലാ, ഫിർ റഫീഖിൽ അഅ്ലാ, ഫിർ റഫീഖിൽ അഅ്ലാ. മൂന്ന് പ്രാവശ്യമാണ് റഫീഖുൽ അഅ്ലാ എന്ന് ഹബീബായ തങ്ങളുടെ മരണത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞത്. ആഖിറത്തിൽ ഉന്നതമായ പദവിയാണ് റഫീഖുൽ അഅ്ലാ എന്നത്. ഇത് ഹബീബായ തങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ഒരു വിശേഷണമാണ്. റഫീഖുൽ അഅ്ലാ ഹബീബായ തങ്ങൾക്ക് മാത്രമാണ് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു നൽകുന്നത്. ഈ റഫീഖുൽ അഅ്ലയെ ചോദിക്കുകയാണ്, പരിശുദ്ധമായ വചനം ചൊല്ലുകയാണ്. ആ സന്ദർഭത്തിൽ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഹബീബായ തങ്ങളിലേക്ക് കടന്നു വരികയാണ്. തങ്ങളുടെ രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്, വഫാത്താകുവാൻ പോവുകയാണ്. ഹബീബായ തങ്ങളുടെ ഉപ്പയുടെ ആ ശരീരത്തിന്റെ ശൈലി കണ്ടപ്പോൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വാ കർബാബതാ, എന്റെ പിതാവേ, എന്റെ പിതാവേ, അങ്ങയുടെ ശരീരത്തിന്റെ ആഫിയത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങയ്ക്ക് വിഷമമാണ്, അങ്ങയ്ക്ക് പ്രയാസമാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, യാ ഫാത്തിമ, ഇന്നലിൽ മൗതി സക്കറാത്ത്. ഫാത്തിമ, ഫാത്തിമ, മരണത്തിന്റെ അവസ്ഥ അത് ഭീകരമാണ്. റൂഹ് പിടിക്കുന്ന സന്ദർഭം വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത വേദനയാണ്. ആരാണ് സഹോദരാ പറയുന്നത്? ലോകത്തിന്റെ നായകനല്ലേ വിളിച്ചു പറയുന്നത്. റൂഹ് പിടിക്കുന്ന സന്ദർഭം അത് വല്ലാത്ത സന്ദർഭമാണ് ഫാത്തിമ.
കരയാൻ വയ്യ ഫാത്തിമ, വിഷമിക്കുകയാണ് ഫാത്തിമ. ഹബീബായ തങ്ങള് ഫാത്തിമ ബീവിയോട് പറയുമ്പോൾ ഹബീബായ തങ്ങള് പറയുകയാണ്, മോളെ ഫാത്തിമ, ഈ ദിവസം കഴിഞ്ഞു കടന്നാൽ, ഈ ദിവസം കഴിഞ്ഞു കടന്നാൽ ഇനിയുള്ള സന്ദർഭം മുഴുവനും എനിക്ക് സന്തോഷത്തിന്റെ സന്ദർഭമാണ്, ആനന്ദത്തിന്റെ സന്ദർഭമാണ്. എന്റെ റബ്ബിലേക്ക് ഞാൻ കടന്നു പോകുകയാണ്. പരിശുദ്ധമായ ജന്നത്തുൽ ഫിർദൗസിലേക്ക്, ജന്നത്തുൽ മഅ്വയിലേക്ക് ഞാൻ കടന്നു പോകുകയാണ് ഫാത്തിമ. സന്തോഷിച്ചു കൊള്ളുക ഫാത്തിമ. ഹബീബായ തങ്ങള് ഫാത്തിമ ബീവിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഹബീബായ തങ്ങള് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീവി പൊട്ടി പൊട്ടി കരയുകയാണ്. തന്റെ പിതാവിനെ, തന്റെ ഉപ്പയെ കെട്ടിപ്പിടിച്ചു ചുംബനങ്ങൾ നൽകുകയാണ്. ഹബീബായ തങ്ങളും തന്റെ പൊന്നുമകളെ കരളിന്റെ കഷ്ണമാകുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പിടിക്കുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്, ചുംബനം നൽകുകയാണ്. സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ചു നോക്കുക, ഒന്ന് ആലോചിച്ചു നോക്കുക. ഫാത്തിമ ബീവിയെ കണ്ടുമുട്ടിയപ്പോൾ ഹബീബായ തങ്ങൾക്ക് സംസാരിക്കുവാനുള്ള കഴിവ് ആര് നൽകി? ഹബീബായ തങ്ങൾക്ക് അല്ലാഹു തആല നൽകി. ഇതെല്ലാവർക്കും കൊടുക്കുന്ന കഴിവല്ല, ഇത് ഹബീബായ തങ്ങൾക്ക് മാത്രം കൊടുത്ത കഴിവാണ്. സ്വന്തം മകളെ കണ്ടുമുട്ടിയപ്പോൾ തങ്ങൾക്ക് കഴിവ് കൊടുത്തു സംസാരിക്കുവാൻ, ആ മിസ്വാക്കിന് തരുക എന്ന് പറയുവാനുള്ള കഴിവ് പോലും അല്ലാഹു തആല നഷ്ടപ്പെടുത്തിയെങ്കിൽ ഫാത്തിമ ബീവിയെ കണ്ടുമുട്ടിയപ്പോൾ ആ കഴിവിന് അല്ലാഹു തആല ഹബീബായ തങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്, ചുംബനങ്ങൾ നൽകുകയാണ്. വീണ്ടും വഹുവ യഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരിശുദ്ധമായ വചനം ചൊല്ലുകയാണ്. ലോകത്തിന്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. രണ്ട് വാക്കുകളാണ് പറഞ്ഞത്, 4 പ്രാവശ്യമായി പറഞ്ഞു. ഒന്നാം വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു പ്രാവശ്യം പറഞ്ഞു. രണ്ടാം പ്രാവശ്യം പറഞ്ഞ വാക്ക് റഫീഖുൽ അഅല, 3 പ്രാവശ്യമാണ് പറഞ്ഞത്. മൊത്തത്തിൽ 4 വാക്ക് സഹോദരാ ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു. ഈ 4 വാക്കുകൾ പറഞ്ഞു പൂർത്തീകരിച്ചപ്പോൾ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നും റൂഹ് പിരിഞ്ഞു പോവുകയാണ്. സമയം അധികരിച്ചു സഹോദരാ. ഇനി അബൂബക്കർ തങ്ങളുടെ വരവുണ്ട്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രസംഗമുണ്ട്, ഒരുപാട് പ്രസംഗിക്കാരുണ്ട്. അബൂബക്കർ തങ്ങളുടെ വരവ് അത് വല്ലാത്ത വരവാണ്. ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ സന്ദർഭത്തിൽ അബൂബക്കർ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലില്ല. അബൂബക്കർ തങ്ങൾ രോഗശൈലിയെ അന്വേഷിക്കുന്നതിന് വേണ്ടി, രോഗസന്ദർശനം നടത്തുന്നതിന് വേണ്ടി, ചുരുക്കി പറയുന്നു, ഇതും ഇമാം ബുഖാരിയുടെ ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. അബൂബക്കർ തങ്ങൾ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ ചുരുക്കി പറയുന്നു, ഈ ഹദീസും പറഞ്ഞു നിർത്തുകയാണ്. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് കടന്നു വന്നു രോഗസന്ദർശനം നടത്തുന്നതിന് വേണ്ടി. എന്നിട്ട് ചോദിച്ചു സ്വന്തം മകളോട്, യാ ആയിഷ, അല്ലയോ ആയിഷ, എന്റെ പ്രവാചകർ എവിടെ പോയി? എന്റെ പ്രവാചകർ ഹബീബ് എവിടെ പോയി? ഒന്ന് കാണണം ആയിഷ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഫസക്കത്ത്, മിണ്ടിയില്ല, നിശബ്ദത പാലിച്ചു. ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല. ഉപ്പയുടെ വചനത്തിന്, ചോദ്യത്തിന് സ്വന്തം മകള് മറുപടി കൊടുക്കുന്നില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു, പൊന്നുമകളെ, ഹബീബായ തങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഹബീബായ തങ്ങൾ എവിടെ പോയി? ആയിഷ ബീവി മറുപടി കൊടുത്തില്ല. ഹബീബായ തങ്ങൾ കിടക്കുന്ന ആ കിടക്കയിലേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. പുതപ്പെട്ടു മൂടപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ശരീരത്തിനെ പുതപ്പെട്ടു മൂടിയിരിക്കുകയാണ്. മയ്യത്തായിരിക്കുകയാണ്. ആ സ്വഹാബാക്കള് ഹബീബായ തങ്ങളുടെ വീടിന്റെ 4 ഭാഗത്തും തടിച്ചുകൂടിയിരിക്കുകയാണ്. സ്വഹാബാക്കൾ മുഴുവനും വാവിട്ട് കരയുകയാണ്.
വാവിട്ടു കരഞ്ഞു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഉച്ചത്തിൽ കരഞ്ഞു എന്നതല്ല, വിഷമത്തിന്റെ കരച്ചിലാണ് കരയുന്നത്. ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും പരിഭവത്തിന്റെയും കരച്ചിലാണ് സച്ചരിതരാകുന്ന സ്വഹാബത്ത് കരയുന്നത്. അബൂബക്കർ തങ്ങള് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കിടക്കയിലേക്ക് കടന്നു ചെന്നപ്പോൾ പുതപ്പിട്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ഫകശഫ അൻ വജ്ഹിഹി, ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മുഖത്തിന്റെ ഭാഗത്തിൽ നിന്നും ആ മുണ്ടിനെ, ആ വസ്ത്രത്തെ, പുതപ്പിനെ മെല്ലെയൊന്ന് ഉയർത്തി ഹബീബായ തങ്ങളുടെ വഫാത്തിനെ അബൂബക്കർ തങ്ങൾ അറിഞ്ഞില്ല. അറിയാതെയാണ് രോഗസന്ദർശനം നടത്തുന്നതിന് വേണ്ടിയാണ് അബൂബക്കർ തങ്ങള് വീട്ടിലേക്ക് കടന്നു വന്നത്. പരിശുദ്ധമായ ആ പുതപ്പിനെ ഉയർത്തിയപ്പോൾ വഫാത്തായി കിടക്കുന്നു, മരണപ്പെട്ടു കിടക്കുകയാണ്. ശരീരത്തിൽ നിന്നും റൂഹിനെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ശരീരത്തിന്റെ മീതെ പരിശുദ്ധമായ വസ്ത്രം പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഫഖബ്ബലഹു, ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ വജ്ഹ് ശരീരത്തിലേക്ക്, പരിശുദ്ധമായ മുഖത്തിന്റെ ഭാഗത്തേക്ക് അബൂബക്കർ തങ്ങൾ ചുംബനം നൽകുകയാണ്. ഒരു മയ്യത്തിനെ ചുംബിക്കുക എന്നുള്ളത് അത് സുന്നത്തായ കർമ്മമാണ്. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മുഖത്തിന്റെ ഭാഗത്ത് അബൂബക്കർ തങ്ങൾ ചുംബിച്ചു. സഹോദരാ, ഇതൊരു ചര്യയാണ്. ചുംബിച്ചു. ഫബക അബൂബക്കർ, കുറച്ചു കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് കടന്നു ചെന്നു. കരയുകയാണ്. ഹബീബായ തങ്ങളുടെ വേർപാടിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുകയാണ്. മദീന പട്ടണത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഹബീബായ തങ്ങളുടെ ആ പരിശുദ്ധമായ ജീവിത ചരിത്രത്തെ കുറിച്ച്, ആ ചര്യയെ കുറിച്ച് സാരസമ്പൂർണമായ ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ വഫാത്തിനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അറിഞ്ഞിട്ടില്ല.